സഹൃദയരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും സാംസ്കാരികോത്സവവും ഈ മാസം 13 വരെ കനകക്കുന്നിൽ നടക്കുന്നു. 13 ദിവസം നീളുന്ന പുസ്തകമേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 350-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ അക്കാദമിക് മേഖലയിലെ പുസ്തകങ്ങളോടൊപ്പം ചരിത്രം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പുസ്തകങ്ങൾ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മേളയിൽ പുസ്തകങ്ങൾ കാണുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാംസ്കാരികോത്സവങ്ങളും പുസ്തക പ്രകാശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിലും സാംസ്കാരികോത്സവത്തിലും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ONV കുറുപ്പ്, കവയത്രി സുഗതകുമാരി, ഡോക്ടർ D ബാബു പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ഋഷിരാജ് സിംഗ് IPS, പ്രിയദർശൻ, മേനക സുരേഷ് കുമാർ, മഞ്ജു വാര്യർ, സിബി മലയിൽ, ഭാഗ്യലക്ഷ്മി, ആനന്ദ്, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, മധു, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, മണിയൻപിള്ള രാജു, ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, റോസ്മേരി, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലും സാംസ്കാരിക സായാഹ്നത്തിലും പങ്കുചേരുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. പതിനെട്ടാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 8ാം ദിവസത്തെ പുസ്തകചടങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി DC ബുക്സ് എഡിറ്റോറിയൽ സമിതി അംഗം ശ്രീ PS സുരേഷിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ,
18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും സാംസ്കാരികോത്സവത്തിൻ്റെയും 8ാം ദിന പരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ന് ഇവിടെ 2 വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ, കഥകളും ഓർമ്മകളും പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. കിച്ചൺ മാനിഫെസ്റ്റോ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, കഥകൾ ബെന്യാമിൻ, കോവിൽ കാളകൾ വർഗീസ് അങ്കമാലി, ഇത്രയും കഥകളും, നദികൾ മനുഷ്യ കഥാനുകാരികൾ, മലബാർ വിസിലിംഗ് പ്രഷ് സന്തോഷ് എച്ചിക്കാനം, ഇപ്പോഴുമുണ്ട് താമരപ്പൊയ്കൾ ഐമനം ജോൺ, തിരജീവിതത്തിന് ഒരു ഒപ്പീസ് PF മാത്യൂസ്, ഇത്രയും പുസ്തകങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ ആമുഖം വേണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മലയാള സാഹിത്യവും വർത്തമാനകാല മലയാള സാഹിത്യവും വായനയും അത്രയും സുപരിചിതരായി കൊണ്ടു നടക്കുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനാകാൻ സമ്മതിച്ചിരുന്നതും ഇവിടെ എത്തിയിട്ടുള്ളതും ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അവർകളാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് പറഞ്ഞ സമയത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം വൈകാതെ തന്നെ വേദിയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സാറ് വന്നതിന് ശേഷം അദ്ദേഹം പ്രസംഗം നടത്തുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ വൈകിയ വേളയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അധ്യക്ഷം വഹിക്കാം എന്ന് സമ്മതിച്ചിട്ടുള്ളത് ശ്രീ ജോൺ സാമുവൽ അവറുകളാണ്. ഒരു സാഹിത്യകാരൻ എന്ന നിലയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ജോൺ സാമുവൽ സാറിനും തിരുവനന്തപുരം നഗരത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വായനക്കാരുടെ മുമ്പിൽ ഔപചാരികമായ ഒരു ആമുഖം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സദസ്സിനെ സാറിനെ പരിചയപ്പെടുത്തുക എന്ന സാഹസത്തിന് മുതിരാതെ അദ്ദേഹത്തെ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഞങ്ങളുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ B. മുരളി. ചെറുകഥാകാരൻ എന്ന നിലയിലും പത്രപ്രവർത്തകൻ എന്ന നിലയിലും ദീർഘകാലത്തെ പരിചയമുള്ള അല്ലെങ്കിൽ ദീർഘകാലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനും ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ കഥാ സമാഹാരം സ്വീകരിക്കാനും ഒരാശംസാ പ്രസംഗം നടത്താനും എത്തിച്ചേർന്ന ശ്രീ B. മുരളിക്കും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ശ്രീമതി ജോളി വർഗീസ് ടീച്ചറാണ്. ടീച്ചർ ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്ന പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ സ്വീകരിക്കുന്നു. ടീച്ചർ DC ബുക്സുമായിട്ടുള്ള ബന്ധം ദീർഘമാണ്. ഞങ്ങളുടെ പ്രമുഖങ്ങളായ പല പുസ്തകങ്ങളുടെയും വിവർത്തക എന്ന നിലയിൽ ടീച്ചർക്ക് ഞങ്ങളോടുള്ള സ്നേഹമാണ് ഈ പുസ്തക സ്വീകാര്യത്തിന് എത്തിച്ചേരാൻ സമ്മതം നൽകിയത്. ടീച്ചർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. പിന്നീട് ഞാൻ ഏറ്റവും ഒടുവിലേക്ക് മാറ്റിവെച്ചത് മനഃപൂർവ്വമാണ്. ഞങ്ങളുടെയും അല്ലെങ്കിൽ നമ്മളുടെയും എഴുത്തുകാരായ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളുടെ എഴുത്തുകാരാണ്. അതിൽ C. അഷറഫ് ഒഴിച്ചുള്ള എല്ലാ എഴുത്തുകാരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞബ്ദുള്ള അവറുകൾ എത്തിച്ചേരും. അദ്ദേഹത്തിന് സ്വാഗതം നേരുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന കഥകൾ പ്രകാശനം ചെയ്യുന്ന ശ്രീ ബെന്യാമിൻ, അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കോവിൽ കാളകൾ എന്ന പേരിൽ ഇന്ന് ഒരു കഥാസമാഹാരം പ്രകാശിപ്പിക്കുന്നു. ശ്രീ വർഗീസ് അങ്കമാലിയുടെയാണ് കഥാസമാഹാരം. വർഗീസ് അങ്കമാലിയും സദസ്സിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. മലബാർ വിസിലിംഗ് പ്രഷ് എന്ന ഓർമ്മ പുസ്തകം എഴുതിയ സന്തോഷ് എച്ചിക്കാനത്തെയും, മലയാളത്തിലെ പ്രശസ്തനായ ചെറുകഥാകാരനാണ് സന്തോഷ് എച്ചിക്കാനത്തെയും DC ബുക്സിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇപ്പോഴുമുണ്ട് താമരപ്പൊയ്കൾ എന്ന പേരിൽ ഒരു ഐമനത്തിൻ്റെ, നിങ്ങൾക്കറിയാം പ്രശസ്തമായ ഒരു ഗ്രാമമായി മാറിയ ഐമനത്തെക്കുറിച്ച് ഐമനത്തിൻ്റെ കഥാകാരനായ ശ്രീ ഐമനം ജോൺ രചിച്ച പുസ്തകമാണ് ഇപ്പോഴുമുണ്ട് താമരപ്പൊയ്കൾ. ശ്രീ ഐമനം ജോണിനെയും ഏറ്റവും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത ചെറുകഥാകൃത്തായ PF മാത്യൂസിൻ്റെയും ഒരു ഓർമ്മ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു. തിരജീവിതത്തിന് ഒരു പീസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള ചെറുകഥയിൽ ആമുഖം ആവശ്യമില്ലാത്ത എഴുത്തുകാരനാണ് PF മാത്യൂസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അലങ്കാരങ്ങളുടെ
അകമ്പടിയോടുകൂടിയുള്ള ഒരു സൗഹൃദത്തിന് ഞാൻ മുതിരുന്നില്ല. ഏറ്റവും സ്നേഹപുരസ്സരം PF മാത്യൂസിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 7 ദിവസത്തെ പരിപാടികളും ധന്യമാക്കുകയും നിറഞ്ഞ സദസ്സോടുകൂടി ഞങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യുക. തിരുവനന്തപുരത്തെ എല്ലാ നല്ല വായനക്കാരും ആസ്വാദകരും പുസ്തകപ്രേമികളുമായ എല്ലാവരും ഇന്നും ഈ വേദി അലങ്കരിക്കാൻ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ ഈ പരിപാടികളുടെ വിജയമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ സ്നേഹത്തിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കഥാപുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. മലയാള നോവൽ ശാഖയിൽ എന്നത്തെയും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന കൃതികൾ എഴുതാൻ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന പുസ്തകമാകും സ്മാരകശിലകൾ. സ്മാരകശിലകളിലൂടെ നമ്മുടെ ഹൃദയം കവർന്ന എഴുത്തുകാരൻ ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഏറ്റവും പുതിയ കൃതി കിച്ചൺ മാനിഫെസ്റ്റോ എന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടും. ആടുജീവിതത്തിലൂടെ നോവൽ ഭാവുകത്വത്തെ പുതുക്കി പണിഞ്ഞ എഴുത്തുകാരനാണ് ബെന്യാമിൻ. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാകാൻ കഴിഞ്ഞ ബെന്യാമിന്റെ ഇതുവരെയുള്ള ചെറുകഥകളുടെ സമാഹാരമാണ് ബെന്യാമിന്റെ കഥകൾ. ബെന്യാമിന്റെ കഥകൾ സഹർഷം മലയാള സാഹിത്യ കൊതുകുകൾക്കായി സമർപ്പിക്കുന്നു. ശ്രീ വർഗീസ് അങ്കമാലിയുടെ കോവിൽ കാളകളും ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. കഥാപുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ B മുരളിയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ജോൺ സാമുവലിനെയും ക്ഷണിക്കുന്നു. ജോൺ സാമുവലിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പകരക്കാരനായിട്ടാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹം എത്രയും വേഗം ഇവിടെ എത്തിച്ചേരും. അതുവരെ മാത്രമേ ഉള്ളൂ എൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള എൻ്റെ ജോലി. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കസേര മാറി കൊടുത്ത് മറ്റ് ഒരു ജോലിയിലേക്ക് എനിക്ക് കടക്കുവാനാവും. വളരെയേറെ കനപ്പെട്ട കാര്യം കയ്യിൽ വാങ്ങിയപ്പോൾ തന്നെയല്ല, അല്ലാതെ തന്നെ തോന്നിയതാണ്. വളരെയേറെ കനപ്പെട്ട 3 പുസ്തകങ്ങൾ, 3 കഥാസമാഹാരങ്ങൾ സ്വീകരിക്കുവാൻ അവസരം ലഭിച്ചതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നത്. നമുക്കറിയാം, മലയാള ചെറുകഥാ സാഹിത്യത്തിൽ പുതിയ പുതിയ സമ്പ്രദായങ്ങളും പുതിയ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. മുൻകാലങ്ങളെക്കാൾ ഇതുവരെയുള്ള നിരൂപകർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മുന്നിലുള്ള കഥാകാരന്മാരെ കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചുമാണ്. അതേക്കുറിച്ച് ആ കഥകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും സാഹിത്യ ജീവിതത്തെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ടും അവർക്ക് ഹൃദയപൂർവ്വം നന്ദി ഏകിക്കൊണ്ടും പുതിയ തലമുറയിലേക്ക് വന്നിട്ടുള്ള കഥാകാരന്മാർ അവരുടെ ശക്തമായ രചനകളിലൂടെ അവരുടേതായിട്ടുള്ള സിംഹാസനം മലയാള സാഹിത്യത്തിൽ പിടിച്ച് ഇരുത്തി നമ്മെ വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ കഥയ്ക്കും കഥാരചനയ്ക്കും കഥ പറയുന്ന രീതിക്കും ഏറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരുടെ സംഭാവന
തീർച്ചയായും മലയാള ചെറുകഥാ സാഹിത്യത്തിന് വിലപ്പെട്ടതാണ്. അത് നൽകിയ, നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഡോക്ടർ പുന്നത്തൽ കുഞ്ഞബ്ദുള്ള ഏറ്റവും മുതിർന്ന തലമുറയിൽപ്പെടുന്നു. ബെന്യാമിനും വർഗീസും ഇങ്ങേ അറ്റത്തെ തലമുറയിലും പെടുന്നു. അവർ ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള ഈ DC ബുക്സിൻ്റെ ഈ പുസ്തകങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് നിശ്ചയമായും സാഹിത്യ വിദ്യാർത്ഥികൾക്കും കഥാസ്നേഹികൾക്കും ഏറെ സന്തോഷം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഓർമ്മ പുസ്തകങ്ങളുടെ 4 ഓർമ്മ പുസ്തകങ്ങളും ഇപ്പോൾ ഇതിനുശേഷം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഓർമ്മകളിലൂടെയാണ് സത്യത്തിൽ നമ്മുടെ സംസ്കാരവും സംസ്കാര പഥങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം നമ്മെ വീണ്ടും വീണ്ടും തട്ടി ഉണർത്തുന്നത്. ആ ഒരു ഉണർത്തലിന് അത് ഏത് മേഖലയിലായാലും ശരി, ഏത് രംഗത്തായാലും ശരി, ആ ഉണർത്തലിന് അവസരമൊരുക്കുന്ന രീതിയിലുള്ള 4 മികച്ച ഓർമ്മ പുസ്തകങ്ങൾ ഇനി പ്രകാശനത്തിനായിട്ട് വരുന്നു. ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും മലയാള സാഹിത്യത്തിൽ, ചെറുകഥയിലും മലയാള സാഹിത്യത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഏതാനും എഴുത്തുകാരാണ്. ഇങ്ങനെ 8 പുസ്തകങ്ങൾ ഇന്ന് മലയാള സാഹിത്യത്തിനായിട്ട് നൽകുന്ന DC ബുക്സിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് കഥാകാരന്മാരെ ഇനിയും എനിക്ക് ശേഷം സംസാരിക്കുവാനായിട്ട് അവർക്ക് ഉള്ള അവസരമാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. ശ്രീ ബി മുരളിയെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ജോൺ സാമുവൽ, ശ്രീ ബെന്യാമിൻ, വർഗീസ് അങ്കമാലി, അഷഫ് മാഷ് വന്നിട്ടില്ല, സന്തോഷ്, ഹൈമലൻ ജോൺസ്, TF മാത്യൂസ്, ജോളി വർഗീസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യത്തിൽ ഞങ്ങൾ കുഞ്ഞിക്ക എന്ന് വിളിക്കുന്ന പുന്നത്തൽ കുഞ്ഞബ്ദുള്ള വരും എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ വേദിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കിച്ചൺ മാനിഫെസ്റ്റോ എന്ന പുസ്തകവും ബെന്യാമിൻ്റെ കഥകൾ, വർഗീസ് അങ്കമാലിയുടെ കോവിൽക്കാളുകൾ തുടങ്ങിയ പുസ്തകങ്ങളാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ DC ബുക്സിൻ്റെ ഈ സാംസ്കാരികോത്സവം എന്ന കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ കൃത്യമായും ഏതെങ്കിലും ഒരർത്ഥത്തിൽ എനിക്കും സന്തോഷനും ഒക്കെ കൃത്യമായിട്ട് ഈ കുഞ്ഞിക്കയുടെ സാന്നിധ്യത്തിലുള്ള ഒരു സാംസ്കാരിക സദസ്സ് ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. സത്യത്തിൽ ഇത് പുന്നത്തൽ കുഞ്ഞബ്ദുള്ളയുടെ ഓർമ്മ പുസ്തകം എന്നുള്ള ഇതിനാണ് ചേർത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ ഓർമ്മ പുസ്തകത്തിന് അപ്പുറത്തേക്ക് കൃത്യമായിട്ട് കഥയെ ഇങ്ങനെ വളരെ ഗംഭീരമായി ഒരു വായനക്കാരന് മുൻമുഖമായി നേർക്കുനേർ വയ്ക്കാൻ വേണ്ടി ഒരുപാട് വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആളാണ് ഈ കുഞ്ഞിക്ക എന്ന് പറയുന്ന പുന്നത്തൽ കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. സത്യത്തിൽ ചെറുകഥ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ആധുനികത അല്ലെങ്കിൽ അതുപോലെയുള്ള പല പല പ്രസ്ഥാനങ്ങൾ തകിടം മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ട് വളരെയധികം ക്ലിഷ്ടമാക്കി ആളുകൾക്ക് വായനക്കാരനെ മനസ്സിലാകാത്ത രീതിയിൽ വായനക്കാരിൽ നിന്ന് അകറ്റി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു കാലം ഉണ്ടായിരുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഗംഭീരമായിട്ട് രക്ഷപ്പെടുത്തിയ കുറച്ച് പേരുണ്ട്. അതിലെ പ്രമുഖനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഓർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഓർമ്മയുടെ ഒരു ആശാനാണ് കൃത്യമായിട്ടും ഈ പുന്നത്തൽ കുഞ്ഞബ്ദുള്ള എന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മയുടെ ആശാൻ തന്നെയാണ്. കാര്യം ഈ റീഡബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ വായനക്കാരനെ എഴുത്തുകാരനെയും ചേർത്ത് നിർത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ എഴുത്തുകാരനൊന്ന് എഴുതുന്നു, വായനക്കാരനത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ എഴുത്തുകാരനൊന്ന് എഴുതുന്നു, വായനക്കാരനെ ഇടയ്ക്ക് ഒരു നിരൂപകൻ വേണം. അല്ലെങ്കിൽ എഴുത്തുകാരനൊന്ന് എഴുതുന്നു, ഞാൻ കുറച്ച് ഗൗരവമുള്ള ഒരാളാണ്, അതുകൊണ്ട് വായനക്കാരനൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അയാൾ ട്യൂഷന് പോയിട്ട് വന്നിട്ട് ഇത് വായിക്കണം എന്ന രീതിയിലുള്ള എഴുത്തിൻ്റെ ഒരു കാലം ആണ് യഥാർത്ഥത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ഒരു സംഭവം. ഞാൻ വായനക്കാരൻ എന്ന രീതിയിൽ പറഞ്ഞാണ് അങ്ങനെ ഒരു മട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വളരെ മഹാനായ എഴുത്തുകാരനായ നമ്മുടെ കൂടെയുള്ള NS മാധവൻ, അദ്ദേഹത്തിൻ്റെ ഹിഗ്ഗിറ്റ, പക്ഷേ പിന്നെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്താ പറഞ്ഞ് തുടങ്ങിയ കഥകൾ മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വായനക്കാരനോട് ചേർന്ന് നിൽക്കുന്ന കഥകളുടെ ഗംഭീരമായ ചില കഥാപ്രഖ്യാപനങ്ങളാണ്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഒരു ഒരു കഥ ഇരുളാ വിഴുങ്ങ് എന്ന് പറയുന്നൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ NS മാധവൻ്റെ കഥ. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ദുര്യോഗം അതിഭീകരമായിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയ ആൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ടും റീഡബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് മലയാളത്തിലെ ആദ്യത്തെ 5 കഥകളെടുത്താൽ എഴുതാവുന്ന 2 കഥകളിലുണ്ടായ ഈ 2 എഴുതിയിരിക്കുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ഈ റീഡബിലിറ്റി എന്ന് പറയുന്ന സംഭവത്തെ മാറ്റി നിർത്തി, അല്ലെന്നുണ്ടെങ്കിൽ ഗൗരവം ആണ് കഥാകൃത്തിൻ്റെ സ്വഭാവം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള തുടങ്ങിയ പോലെ ആളുകൾ വേറെ ആളുകളുണ്ട് കൃത്യമായിട്ടും വായനക്കാരോട് ചേർന്ന് നിന്ന് എഴുതുന്ന എഴുത്ത് വന്നത്. കുഞ്ഞിക്ക ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓർമ്മ എഴുത്ത് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു വലിയൊരു സംഭവമാണ്. ഇപ്പോഴും എത്ര എഴുതി തീർന്നു കഴിഞ്ഞാലും മറ്റേ ആ കോളേജ് അലിഗഡിനെ പറ്റിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ അദ്ദേഹം എഴുതി വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും ഈ വായനക്കാരനും എഴുത്തുകാരനും ചേർന്ന് ഒന്നാവുന്ന ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിക്ക ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, SK പൊറ്റക്കാടും ഇദ്ദേഹം കൂടി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് SK പൊറ്റക്കാട് കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ച് എഴുതി വെക്കണം ഇത് കൃത്യമായിട്ട്. അതുകൊണ്ട് അബ്ദുള്ളേ എങ്ങനെയാ ഇത് അതെന്തായിരുന്നു എന്നിങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ പറഞ്ഞുതരാം എന്ന് പറയുകയും പുരന്തം കുഞ്ഞബ്ദുള്ള എന്ന് മറന്നു പോവുകയും SK പൊറ്റക്കാട് ഓർമ്മിച്ച് എഴുതുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. കൃത്യമായിട്ട് ഓർമ്മയുടെ ഒരു വലിയൊരു രസം. ഈ ഓർമ്മ നൊസ്റ്റാൾജിയ തന്നെയാണ് കഥ എന്ന് പറയുന്നതുകൊണ്ടാണ് എപ്പോഴും ഗംഭീരമായിട്ട് പുനത്തിൻ്റെ കഥയെ നമുക്ക് വലുതായിട്ട് ആലിംഗനം ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നത്. പിന്നീട് ബെന്യാമിൻ്റെ കഥകളുണ്ട്. ബെന്യാമിൻ്റെ കഥകൾ കൃത്യമായിട്ട് നമുക്കറിയാം വായനക്കാരനോട് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചേർന്നതെന്ന് എഴുതുന്നതാണ് എന്ന് പറയുന്നത്. ബെന്യാമിൻ തന്നെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും എന്താണ്, എന്നെ കുറച്ചു കാലത്തേക്ക് വായനക്കാർ വായിച്ചില്ല എന്നുള്ള പ്രശ്നം. പക്ഷെ വായനക്കാരൻ കൃത്യമായും അതിൻ്റെ റീഡബിലിറ്റി കണ്ടുപിടിച്ചു എന്നുള്ളതാണ് സാധനം. എഴുത്തുകാരനും വായനക്കാരനുള്ള ദൂരം അന്തരം ഇല്ലാതാകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു മനോഹരമായ ഒരു എക്സാമ്പിളാണ് കൃത്യമായിട്ടും ബെന്യാമിൻ്റെ കഥകൾ ഇങ്ങനെ കൃത്യമായും നമ്മുടെ വായനക്കാരൻ്റെ അടുത്തേക്ക് വരുന്ന സാധനം. പിന്നെ അതുപോലെ തന്നെ C. അഷ്റഫിൻ്റെ പുസ്തകം ഇനി പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. C. അഷ്റഫിൻ്റെ പുസ്തകം. C. അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹം കൃത്യമായിട്ട് പ്രകൃതി നിരീക്ഷണം, പ്രകൃതിയിൽ നിന്നും എഴുത്തുകാരനും അല്ലെങ്കിൽ എഴുത്തിൻ്റെ ആലോചന എങ്ങനെ കൃത്യമായിട്ട് ഒന്നാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വല്ലാത്തൊരു വളരെ യുണീക്ക് ആയിട്ടുള്ള എക്സാമ്പിളാണ് സത്യത്തിൽ അഷ്റഫിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബെന്യാമിൻ എന്നല്ല സന്തോഷിച്ചിക്കാനും ഞങ്ങളൊക്കെ അത്യാവശ്യം എഴുതി തുടങ്ങുന്ന ഒരു സമയത്ത് ഞങ്ങളുടെയൊക്കെ ഒരു എഴുത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു ഒരു ഗുരു എന്ന രീതിയിൽ തന്നെ കാണാവുന്ന ആളാണ് കൃത്യമായിട്ട് ഐമനം ജോൺ സാറിൻ്റെ ഒരു കഥകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഗണത്തിൽപ്പെടുന്നതും ഈ കൃത്യമായിട്ടും എഴുത്തും വായനയും തമ്മിലുള്ള ആ ഒരു വല്ലാത്ത ഒരു ഗാഠബന്ധം ഒരു ഭൂമിശാസ്ത്രപരമായി സൂക്ഷിക്കുന്ന ഒരു വലിയ എഴുത്ത്. ഞങ്ങൾ ഈ കോട്ടയത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായിട്ടും ഐമനം ജോൺ സാറിൻ്റെ കഥകളിലെ ഒരു വല്ലാത്തൊരു വായനയും ഒരു ചർച്ചകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഐമനം ജോൺ പിന്നെ എഴുത്തിൽ നിന്ന് അത്യാവശ്യം മെല്ലെ ഒന്ന് മാറി നിന്ന പോലെ തോന്നുന്നു. പക്ഷേ എന്നാലും ഇപ്പോഴുമുണ്ട് താമരപ്പൊയ്കൾ എന്ന് പറഞ്ഞിട്ട് എഴുത്തിൻ്റെ ഒരു താമരപ്പൊയ്ക വളരെ കൃത്യമായി കൊണ്ടുവന്ന താമരപ്പൊയ്ക എന്ന് പറയുമ്പോൾ മറ്റേ ഇതുണ്ട് ഐമനം ലോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും മുഴുവൻ താമര ഇലകളാണ് കൃത്യമായിട്ട് ഇതിൽ വരുന്നത്. പിന്നെ PF മാത്യൂസ് എന്ന് പറയുന്നത് മാത്യൂസിൻ്റെ എഴുത്ത് സത്യത്തിൽ പിന്നെ മലയാളത്തിൻ്റെ ഒരു മധ്യ കേരള എഴുത്തിൻ്റെ അല്ലെങ്കിൽ മധ്യ കേരളത്തിൻ്റെ ആ ഒരു മിത്തുകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു എഴുത്തിൻ്റെ വലിയ സവിശേഷത മാത്യൂസിൻ്റെ കഥകളിൽ സംഭവം വരുന്നുണ്ട്. അപ്പോൾ മാത്യൂസിൻ്റെ കഥകൾക്ക് പിന്നെ ശ്രീ വർഗീസ് സംഗമാലയുടെ കോവിൽക്കാളകൾ എന്ന് പറയുന്ന ഓർമ്മ പുസ്തകത്തിൻ്റെ പ്രകാശനം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളാണ് സന്തോഷ് വെച്ചിക്കാനും. ഈ പിന്നെ സന്തോഷിൻ്റെ ഒരു പുസ്തകമോ സന്തോഷിൻ്റെ എഴുത്ത് വരുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ട്, സന്തോഷിനെ വിളിക്കാറുണ്ട്, ഞാൻ സന്തോഷിനെ വിളിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കുന്ന 2 സുഹൃത്തുക്കൾ ഒരാൾ എന്ന നിലയിൽ സന്തോഷിൻ്റെ മലബാർ വിസലിംഗ് ത്രഷ് പ്രസിദ്ധീകരിക്കാൻ വന്ന സ്റ്റേജിൽ അദ്ദേഹത്തിന് അടുത്തിരിക്കാനായതിലും എൻ്റെ വലിയൊരു സന്തോഷം അറിയിക്കുന്നു. പിന്നെ DC ബുക്സിൻ്റെ വളരെ കൃത്യമായും
തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ചലച്ചിത്ര ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ചില മാർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് നിന്നൊക്കെ ഓരോ ആളുകളിലൂടെ വരുന്നത് ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഞാൻ മറ്റേ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ വരും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കൃത്യമായിട്ടും ഒരു സാംസ്കാരികോത്സവം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഉത്സവം എന്ന രീതിയിലേക്ക് വളരെ പ്രൊഫഷണലായിട്ട് വായനക്കാരനെ വിളിച്ചു വരുത്തി പുസ്തകത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു മഹത് കർത്തവ്യം DC ബുക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അതിൻ്റെ അടുത്ത എഡിഷൻ എന്ന് പറയുന്നത് പോലെ ഏറ്റവും അവസാനത്തെ ഈ പുതിയ എഡിഷൻ എന്ന് പറയുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിൽ ഈ പുസ്തകത്തിൻ്റെ ആഘോഷത്തിന് വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു സ്നേഹവും ആശംസകളും സാഹോദര്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. രണ്ടാമത്തെ വിഭാഗം പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കുകയാണിനി. കഥയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 4 എഴുത്തുകാരുടെ ഓർമ്മ പുസ്തകങ്ങൾ. കഥാകൃത്തുക്കളായ ശ്രീ ഐമനം ജോണിൻ്റെ എന്നിട്ടുമുണ്ട് താമര പൊയ്കകൾ, ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ മലബാർ വിസ്ലിംഗ് ത്രഷ്, ശ്രീ PF മാത്യൂസിൻ്റെ തീരജീവിതത്തിന് ഒരു ഒപ്പീസ്, ശ്രീ C അഷ്റഫിൻ്റെ നദികൾ മനുഷ്യകഥാനുഗായികൾ എന്നിവ. ഈ ഓർമ്മ പുസ്തകങ്ങളിലൂടെ ഈ എഴുത്തുകാർ പങ്കുവയ്ക്കുന്ന അനുഭവ മണ്ഡലം മലയാള ഭാവുകത്വത്തെ തീർച്ചയായും പ്രശോഭിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മലയാളത്തെയും ഭാഷയെയും ഇഷ്ടപ്പെടുന്ന ഗൃഹാതുരത്വമാർന്ന സ്മൃതി സഞ്ചയങ്ങൾ എന്ന നിലയിൽ ഈ കൃതികൾക്ക് നമ്മുടെ സാഹിത്യത്തിൽ ഇടമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ ബെന്യാമിനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ജോളി വർഗീസിനെയും ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി ജോളി വർഗീസിനെ ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രശസ്തരെ, സദസ്സിലെ സാഹിത്യപ്രേമികളെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കുഞ്ഞിക്ക എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന മഹാപ്രതിഭയുടെ വരവിന് വേണ്ടിയാണ്. ആ വരവ് താമസിച്ചു പോയതുകൊണ്ട് പലർക്കും അതിനേക്കാൾ മുൻപ് സംസാരിക്കേണ്ടി വരികയുമാണ്. പുസ്തകങ്ങളും ഓർമ്മക്കഥകളും ചെറുകഥകളും ഇവിടെ 2 സെക്ഷനായിട്ട് 2 വിഭാഗത്തിലെ കഥകളെന്നും ഓർമ്മ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് 2 വിഭാഗത്തിലായിട്ടാണ് 7 പുസ്തകങ്ങൾ ഇപ്പോൾ പ്രകാശനം ചെയ്തത്. പുസ്തകങ്ങളുടെ പ്രകാശനത്തിനോ അതിൻ്റെ ഉള്ളടക്കത്തിനോ അങ്ങനെ 2 വിഭാഗം ആവശ്യമുണ്ടോ? ഓർമ്മകളില്ലാതെ കഥകൾ ഉണ്ടാകുമോ, നോവലുകൾ ഉണ്ടാകുമോ? ഓർമ്മകൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എഴുതാൻ സാധിക്കുമോ? ശ്രീ ജോൺ ഷാമുവൽ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള മലയാളത്തിലെ എഴുത്തുകാരുടെ മുതിർന്ന തലമുറയിലുള്ള വ്യക്തിയാണെന്നും ബെന്യാമിനിലേക്ക് എത്തുമ്പോഴേക്കും അത് ഏറ്റവും ഇളമുറയുടെ ആ തലമുറയിലേക്കാണ് വരുന്നതെന്നും. പക്ഷെ ഒരു മുതിർന്ന തലമുറയാണെങ്കിലും ഇളമുറ തലമുറയാണെങ്കിലും ഈ 2 തലമുറകളെ തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തിക്കൊണ്ട് സൃഷ്ടി പ്രായോഗികമാക്കിയെടുക്കുന്ന, രചന നടത്തിയെടുക്കുന്ന ഒരു കണ്ണിയുണ്ട്. അതെന്താണ്? അത് ജീവിതം എന്ന സമസ്യയാണ്. ജീവിതത്തെ ഇവർ കാണുന്നത് കൊണ്ടും ജീവിതത്തെ ആസ്വദിക്കുന്നത് കൊണ്ടും ജീവിതത്തെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർക്ക് എഴുതാൻ സാധിക്കുന്നത്. ജീവിതത്തെ എങ്ങനെയാണ് എഴുത്തുകാരൻ കാണുന്നത്? നമ്മളെല്ലാം വെറും 2 കണ്ണുകൊണ്ട് മാത്രം ജീവിതത്തെ കാണുമ്പോൾ എഴുത്തുകാരൻ അദൃശ്യമായ ഒരു 3ാം കണ്ണുകൊണ്ട് ജീവിതത്തെ കാണുന്നു. നമ്മൾ വെറും 2 കാതുകൾ കൊണ്ട് മാത്രം കേൾക്കുമ്പോൾ എഴുത്തുകാരൻ അദൃശ്യമായ മറ്റ് 2 കാതുകളും കൊണ്ട് ഉപയോഗിച്ച് ജീവിതത്തിന്റെ ആരവാരത്തെ കേൾക്കുകയും സ്വാഗതം ചെയ്യുകയും അതിന്റെ ഗാനം ആസ്വദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 3ാം കണ്ണുകൊണ്ട് കാണുന്ന ജീവിതവും മറ്റ് 2 ചെവികൾ കൊണ്ട് കേൾക്കുന്ന ജീവിതത്തിന്റെ ആരവാരവും അവരുടെ ഹൃദയത്തിലേക്ക് പതിക്കുമ്പോൾ
അവിടെ ഒരു അസ്വസ്ഥത ഉളവാകുന്നുണ്ട്, ഒരു അസംതൃപ്തി ഉളവാകുന്നുണ്ട്. ഈ അസ്വസ്ഥതയും അസംതൃപ്തിയും ഒരു മഹാ ചൊറിച്ചിലായിട്ട് അവിടെ കിരികിരികിരാന്ന് കിടന്ന് ശബ്ദമുണ്ടാക്കി അവരെ വേദനിപ്പിച്ച് അതൊരു ഉന്മാദത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോഴാണ് ഒരു സൃഷ്ടി, ഒരു രചന ഉണ്ടാകുന്നത്. അതിൽ കഥയെന്നും ഓർമ്മ പുസ്തകമൊന്നും എന്ത് വ്യത്യാസമില്ല. കാരണം ഓർമ്മകൾ ഇല്ലാതെ കഥയില്ല. കഥകൾ ഉണ്ടാകണമെങ്കിൽ ഓർമ്മകൾ വേണം, ഓർമ്മകൾ ഉണ്ടാകണമെങ്കിൽ ജീവിതം മുൻപിൽ വേണം. ജീവിതത്തെ കണ്ണുകൾ തുറന്ന് കാണുകയും ചെവികൾ തുറന്ന് വെച്ച് കേൾക്കുകയും ആസ്വദിക്കുകയും വേണം. അങ്ങനെ ഇവരൊക്കെ കണ്ടെത്ത മഹാസത്യങ്ങളെയാണ് കഥകളായും ഓർമ്മ പുസ്തകങ്ങളായും ഇവിടെ ഇപ്പോൾ രചിച്ചിരിക്കുന്നതും നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്തതുമായ പുസ്തകം. നമുക്ക് തിരികെ നമ്മുടെ സംഭാഷണത്തിലേക്ക് വരാം. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മഹാപ്രതിഭയായ കുഞ്ഞിക്ക ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രകാശനം ചെയ്ത ഈ 7 പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പേര് പൊൻതിൽ കുഞ്ഞബ്ദുള്ളയുടെ കിച്ചൺ മാനിഫെസ്റ്റോ എന്ന ചെറുകഥാ സമാഹാരമാണ്. ഇത് മാതൃഭൂമിയിലും ആയിട്ട് പ്രസിദ്ധീകരിച്ചു വന്ന കാലത്ത് തന്നെ ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് നോക്കിയാൽ, കുഞ്ഞിക്ക എന്ന വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ രഹസ്യങ്ങളും മറകളും ഇല്ലാതെ എല്ലാം തുറന്നു പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ രുചിക്കൂട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കിച്ചൺ മാനിഫെസ്റ്റോയുടെ രുചിക്കൂട്ടും. അദ്ദേഹത്തിന്റെ ആദ്യ പ്രണയത്തിന്റെയും ആദ്യ ദാമ്പത്യത്തിന്റെയും രുചിക്കൂട്ട് എന്ന് പറയുന്നത് പോലും കോട്ടയംകാരുടെ മാത്രം പ്രത്യേകതകളായ കറികളുടെ നിറത്തിലും രുചിയിലും മാത്രം സംഗമിപ്പിച്ചാണ് അദ്ദേഹം ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ആ ഓർമ്മകളെ അദ്ദേഹം ഇന്നും അയവിറക്കുന്ന വ്യക്തിയാണ്. കറികളുടെ രുചിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അത് തന്നെ പ്രണയത്തിനും വേണമെന്ന് വാദിക്കുന്ന വ്യക്തിയാണ് കുഞ്ഞിക്ക. ചൂടും സ്വല്പം എരിവും പുളിയും കമർപ്പും തീഷ്ണതയും സ്വല്പം തണുപ്പൊക്കെ കൂടെ ചേർന്ന് പ്രണയത്തെ തീവ്രമായി ആസ്വദിക്കുന്ന അതേ രുചിയോടുകൂടിയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നതും ആസ്വദിക്കുന്നതും. അതുകൊണ്ട് തന്നെ കിച്ചൺ മാനിഫെസ്റ്റോ എന്ന ആ ശീർഷകവും അതിലെ കഥയും അദ്ദേഹത്തിന്റെ പ്രണയത്തിന്റെ ലൈംഗികതയുടെ ചൂടും കറികളുടെ ചൂടും ഒന്ന് ചേർന്ന് കിടക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ജീവിതത്തിൽ തൻ്റെ രുചികളെയും നിറക്കൂട്ടുകളെയും ഒന്നോടൊന്ന് ചേർത്ത് ജീവിതത്തിന്റെ രുചിക്കൂട്ടുകളാക്കി മാറ്റുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിന്റെ അതിൻ്റെ മുഴുവൻ ചൂടോടും കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ സ്വീകരിക്കുന്ന സത്യത്തെ മനസ്സിലിട്ട് മതിച്ച് മറ്റൊന്നാക്കി മാറ്റിയെടുത്ത് ഒരു പുതിയ സൃഷ്ടിയാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി മാത്രമേ ഒരു യഥാർത്ഥ എഴുത്തുകാരനാകുന്നുള്ളൂ. ബി മുരളി ഇവിടെ സംസാരിച്ചപ്പോഴും പറയുകയുണ്ടായി, ബെന്യാമൻ വായനക്കാരിൽ നിന്ന് അകലം പാലിക്കാത്ത വായനക്കാരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ഇവർ ഓരോരുത്തരും ഇവരുടെ ഓർമ്മ പുസ്തകങ്ങളിലും ഇവരുടെ കഥകളിലും പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരായ വായനക്കാർ ചിന്തിക്കുന്ന ഇതേ കാഴ്ചകൾ ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, ഇതേ ദൃശ്യങ്ങളിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, ഇതേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ല, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചെങ്കിലും ഇതുപോലെ തുറന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും തോന്നുന്നു ഒരു ചമ്മൽ, ഇത് പറയേണ്ടിയിരുന്നില്ല. അവിടെയാണ് എഴുത്തുകാരൻ്റെ വിജയം. വായനക്കാരൻ ചിന്തിക്കുകയാണ്, ഞാനും ഇതേ ദൃശ്യങ്ങൾ, ഇതേ കാഴ്ചകൾ, ഇതേ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതേ രീതിയിൽ ഇതുപോലെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കാഞ്ഞത് എൻ്റെ മനസ്സിൽ ശിശു സഹജമായ ഒരു നിഷ്കളങ്കത്വമില്ലാതെ ഇതിങ്ങനെ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും കളിയാക്കിയാലോ എന്ന് ചിന്തിച്ചിട്ട് അകലം പാലിക്കുമ്പോൾ എഴുത്തുകാരൻ്റെ എഴുത്തിൽ ക്രാഫ്റ്റിൽ കൃത്രിമത്വം കടന്നു വരികയും അങ്ങനെയുള്ള കൃതികളാണ് റീഡർ ഫ്രണ്ട്ലി അല്ലാതെ മാറുകയും ചെയ്യുന്നത്.
ഇവരുടെ ഓരോരുത്തരുടെയും എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അകലം പാലിക്കാതെ അനുഭവിച്ചതെന്തോ അതിനെ വളരെ സുതാര്യമായ ഭാഷയിലേക്ക് പ്രകാശിപ്പിക്കുകയും അങ്ങനെ വായനക്കാരും എഴുത്തുകാരനും ഒന്നായിട്ട് മാറുന്ന ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൃതികൾ വരുമ്പോൾ ഇത്തരം എഴുത്തുകാരുടെ അനുഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് DC ബുക്സിൻ്റെ 18ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഇതുപോലെയുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്നതോടൊപ്പം എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ തപസ്യയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ എഴുത്തുകാർക്കും പ്രത്യേക ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ സദസ്സിനെ അഭിസംബോധന ചെയ്യാനായി സവിനയം ക്ഷണിക്കുന്നു. ബഹുമാന്യ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അല്പം വൈകിപ്പോയി. കാരണം ഈ വൈകിപ്പോയത് മരിക്കാനൊക്കെ വൈകിപ്പോവാ. 10-25 വയസ്സിന് മരിക്കാൻ വൈകിപ്പോകുമ്പോൾ പിന്നെ എല്ലാം വൈകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എഴുത്തിന് മാത്രമേ വൈകിപ്പോകുന്നില്ല. എഴുത്ത് വൈകിപ്പോകാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പ്രയാസമുണ്ട്. സമയത്തിന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സദസ്സരെയൊക്കെ അവരെ താമസിപ്പിക്കാതെ കണ്ടുമുട്ടാൻ വയ്യാതെ ഒരു സങ്കടമുണ്ട്. ഏറ്റവും പ്രകാശം പരത്തുന്ന കണ്ണുകളാണ്. 10-100 കണ്ണുകൾ, പ്രകാശം പരത്തുന്ന കണ്ണുകൾ. പത്മനാഭൻ്റെ കഥ പോലെ പ്രകാശം പരത്തുന്ന കണ്ണുകളൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രോതാക്കളുടെ കണ്ണുകളാണ് എഴുത്തുകാരനെ വലുതാക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ മൊത്തം നോക്കിയിട്ട് സ്ത്രീകളുടെ കുറവാണ്. കുഴപ്പമില്ല, കുറച്ച് സ്ത്രീകൾ മതി. ഈ പ്രകാശം പരത്തുന്ന കണ്ണുകളൊക്കെ എന്നെ പരത്തുന്ന കണ്ണുകളൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ മതി എനിക്ക്. ആ കണ്ണുകൾ മതി. എന്നെ കേൾക്കുന്ന ചെവികൾ മതി എനിക്ക്. എന്നെ ശ്രദ്ധിക്കുന്ന മനസ്സുകൾ മതി. അതാണ് എഴുത്തുകാരുടെ മഹാഭാഗ്യം, വലിയ ഭാഗ്യം. അപ്പോൾ ഈ കിച്ചൺ മാനിഫെസ്റ്റോ എന്ന എൻ്റെ പുസ്തകം ഇവിടെ പ്രകാശിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഇവിടെ പ്രകാശിപ്പിച്ചു. അവരതിനെക്കുറിച്ച് പറഞ്ഞു. അത് ആ പുസ്തകത്തെക്കുറിച്ചാണ് ഇത് പ്രകാശിപ്പിച്ച പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അത് ഒരു അടുക്കളയെ പറ്റില്ല കഥയാണത്. ഒരടുക്കള എന്താണ് അടുക്കള? ഈ കിച്ചൺ മാനിഫെസ്റ്റോ ഒരു അടുക്കളയാണത്. നമ്മളെപ്പോഴും എന്താണ് വീട്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ വിട്ടു പോകാത്തത് നമുക്ക് വലിയ ബഹുമാനമാണ്. ഭാര്യ ഇത് അവളെ രാവിലെ ചായ ഉണ്ടാക്കി തരണം. ഈ രാവിലെ ഇവളുടെ ചായ കിട്ടാൻ വേണ്ടിയാണ് ഈ നായിൻ്റെ മോളെ നമ്മൾ അത്യാവശ്യമായിട്ട് ഇത് ബഹുമാനിക്കുന്നത്. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയുമോ? ഇവിടെ എത്ര പുരുഷന്മാരുണ്ട് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭാര്യ ഇവിടെ കുറേ ആളിരിക്കുന്നുണ്ട്, കുറേ വൃദ്ധന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, എൻ്റെ കുറേ വൃദ്ധന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചായ രാവിലെ ചായ ഇട്ടണ്ടേ, ടോയ്ലറ്റിൽ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാര്യ നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കാത്തത്. ഒരു ചായ കിട്ടണം. ഇങ്ങനെയുള്ള നമ്മുടെ ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാര്യയെ കർത്തമണിയായിട്ട് സ്വീകരിക്കുന്നത്. പിന്നെ രാത്രി അത് പറയാം. അതുപോലെ അവിടെ സ്ത്രീകളാണ്. പിന്നെ രാത്രിയുണ്ട്. അപ്പം ഇവരെ നമ്മളിങ്ങനെ സഹധർമ്മിണി, എന്ത് സഹധർമ്മിണിയായി സ്വീകരിക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇവർ അത്യാവശ്യമാണ്. ഈ സഹധർമ്മി അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മളിവരെ ഇതെല്ലാം സ്ത്രീകൾ പീഡിപ്പിക്കുന്ന പോലെ പുരുഷന്മാരെ ആരും പീഡിപ്പിക്കാനില്ല. ഭയങ്കര ഇതാണ് പീഡനം. എന്താണ് സ്ത്രീപീഡനം? എൻ്റെ പുരുഷ പീഡനമാണ്. ഇത് സഹിക്കുന്നത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നതുകൊണ്ടാണ്. അപ്പം ഞാനൊക്കെ ആലോചിക്കും, നമുക്കൊരു പുരുഷനെ
അവൻ്റെതായിട്ടുള്ള നമ്മൾ ഒരു പുരുഷൻ്റെ ആവശ്യം ഭക്ഷണമാണ്. ഭക്ഷണമല്ല, ഈ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം വിശപ്പാണ്. വിശപ്പ് ലോകത്തെ ഏറ്റവും വലിയ വിശപ്പാണ്. വിശപ്പാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ വിശപ്പ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഫുഡ് വേണം, ഭക്ഷണം വേണം, അങ്ങനെ സ്ത്രീകൾ ആശ്രയിക്കുന്നത്. അങ്ങനെ ഒരു ആശ്രയം സ്ത്രീകളോട് ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ഇല്ല. വിശപ്പില്ല, ലോകമില്ല. വിശപ്പില്ലെങ്കിൽ യുദ്ധമില്ല, രാജ്യമില്ല, ഒന്നുമില്ല. ഈ വിശപ്പ് എന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ജനത നിലനിൽക്കുന്നതും രാഷ്ട്രം നിലനിൽക്കുന്നതും രാജ്യങ്ങൾ നിലനിൽക്കുന്നതൊക്കെ. അപ്പോൾ ഈ വിശപ്പ് ഇല്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ പിൻബലത്തിലാണ് എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിശപ്പില്ല, രാജ്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമുക്ക് ഇത് വേണം? ഈ രാജ്യം വേണം, ആ രാജ്യം വേണം എന്നുള്ള നിലനിൽപ്പുകൊണ്ടാണ് ഇതൊക്കെ നമ്മളൊക്കെ സഹിക്കുന്ന സ്ത്രീകളിലെങ്കിൽ നമുക്ക് കിച്ചണുണ്ടോ, അടുക്കളയുണ്ടോ? അപ്പോൾ അടുക്കള എന്നുള്ള ആ സാമ്രാജ്യം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത് സ്ത്രീകളെ നമ്മൾ സ്നേഹിക്കുന്നത്. മോശമായിട്ട് പറയും, ഇവിടെ ആരുമില്ല, ഇതൊക്കെ തന്നെ എനിക്ക് അടി കിട്ടും സ്ത്രീകളുടെ. ഈ അടുക്കള എന്നുള്ള ഒരു രാജ്യം, ഒരു സംഭവം നിലനിൽക്കണം എന്നുകൊണ്ടാണ് ഈ കിച്ചൺ മാനിഫെസ്റ്റോ എന്ന പുസ്തകം ഞാൻ എഴുതുന്നത്. ഞാൻ ഭാര്യ എന്നെ വിട്ടുപോയി. എൻ്റെ മൗര്യമാരെ കൂടെ നിൽക്കുന്നത് ഭാര്യ എന്താണ് നമ്മൾ വിട്ടുപോകുന്നത്? ഭാര്യ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ ഭാര്യ വിട്ടുപോയി. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലേ 15 വയസ്സ് തൊട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയാൽ സ്ത്രീ എന്ന ആൾ വേണ്ട. മറ്റൊന്നിനു വേണ്ടിയില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയ സ്ത്രീ എന്നൊരു ഈ സമൂഹത്തെ വേണ്ടതല്ല. അപ്പോൾ നമ്മൾ സ്ത്രീ എന്ന സമൂഹത്തെ വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിവരെ തീരെ ശ്രദ്ധിക്കാറില്ല സ്ത്രീകളെ. പിന്നെ അവൾ വിട്ടുപോയി, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോയി. ഇവിടെ വിട്ടുപോയി, എന്താ എനിക്കെന്താ പ്രശ്നം? ഇവിടെ വിട്ടുപോട്ടെ. ഭാര്യ വീട്ടിൽ നിന്ന് വിട്ടുപോയി. അവിടെയൊക്കെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതെനിക്കിങ്ങനെ വലിയ ഒരു ഇതായിരുന്നു. ഒരു സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന, കൂടുതൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, കൂടുതൽ നന്നായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഞാനൊരു വായിച്ചു. നമ്മുടെ പിന്നെ ഇവിടെ ഒരു കോഴിക്കോട്ട് വലിയ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ അടുക്കള ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു സാധനം, കണ്ണൻ കണ്ടി മൊയ്തു കോഴിക്കോട്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു 7 ദിവസത്തെ ക്ലാസ് എടുക്കുന്നുണ്ട്. 7 ദിവസം ക്ലാസ്. അപ്പോൾ അവിടെ ഈ സാധനങ്ങൾ വിൽക്കാൻ ഈ മൈക്രോവേവ് ഓവൻ, എല്ലാ അടുക്കളയിലും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെ വിൽപ്പന. അപ്പോൾ ഇതെങ്ങനെ വിൽക്കണം, എങ്ങനെ വിൽക്കപ്പെടും, എങ്ങനെ ഇത് പാകം ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുന്നൊരു ക്ലാസ്. ഞാൻ തിരക്കില്ല. എൻ്റെ ഭാര്യ പോയി, എനിക്ക് വയസ്സുമായി, വേറെ വയസ്സായ പെണ്ണുങ്ങൾ വരുന്നു, ഒരു പെണ്ണ് വരുന്നില്ല. അപ്പോൾ ഞാൻ പറ്റുന്നു പോയിട്ട് ക്ലാസ്സിലിരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഈ 7 ദിവസം ഫ്രീ ക്ലാസ്സാണ്. ഫ്രീ പെണ്ണുങ്ങളും ഫ്രീ ക്ലാസ്സുകളും. പിന്നെ അപ്പോൾ അവിടെ ചെന്നപ്പോഴേ എല്ലാ വയസ്സുകളുണ്ട്, എല്ലാം 40 50 വയസ്സുള്ള വയസ്സ്. ചെറുപ്പക്കാർക്ക് ഒരു സ്ത്രീകളുമില്ല, പിന്നെ കുറേ വയസ്സന്മാരും.
വയസ്സന്മാർ എനിക്ക് തോന്നി എല്ലാം വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ വയസ്സന്മാരാണ്. ഭാര്യമാർ ചവിട്ടി പുറത്താക്കിയ കുറേ പെണ്ണുങ്ങളും പിന്നെ നിരാശരായ കുറച്ച് പെണ്ണുങ്ങളും. എനിക്ക് ആ സദസ്സ് കണ്ടപ്പോൾ തോന്നി ഇന്ന് അതിൻ്റെ മക്കളെന്ന് കാണിച്ചൂടെ, എനിക്കിരിക്കണ്ട. ഞാൻ അപ്പം തന്നെ അവിടെ ഞാൻ കുറേ നോക്കി പെണ്ണുങ്ങളെയൊക്കെ നോക്കി ഒരു പെണ്ണുമില്ല, എല്ലാം നിരാശപ്പെട്ട പെണ്ണുങ്ങൾ, എല്ലാം നിരാശപ്പെട്ടു. പിന്നെ കുറേ ഞാൻ കുറച്ചൊക്കെ നോക്കിയപ്പോൾ ഒരാൾ വന്നിട്ട് ചിക്കൻ ഉണ്ടാക്കുന്നത് ഈ പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ പഠിപ്പിക്കുക. അതിലൊക്കെ നന്നായിട്ട് എനിക്കറിയാം, നന്നായിട്ട്. ഞാൻ അവിടെ ഒരു അരമണിക്കൂർ നിന്നിട്ട് ഞാൻ തിരിച്ചു പോയി. അതിൽ നിന്നാണ് ഈ കിച്ചൺ മാനിഫെസ്റ്റോ എന്ന പുസ്തകം എനിക്ക് പ്രചോദനം ഉണ്ടായത്. നമ്മൾ എല്ലാ പുരുഷന്മാർക്കും ഇവിടെ എന്താ ഈ സ്ത്രീകളുടെ സഹായം എന്തിനാണ് നമുക്ക്? സ്ത്രീകളുടെ സഹായം ഒന്നിനും ആവശ്യമില്ല. ഇത് ഒരു ചായ ഉണ്ടാക്കി തരാം, ഭക്ഷണം ഉണ്ടാക്കി തരാം, ഒന്നും സഹായം ആവശ്യമില്ല എന്ന് മനസ്സിലായി. നിരാശരായ സ്ത്രീകൾ, നിരാശരായ സ്ത്രീകൾ, ആ ആശയത്തിൽ നിന്നാണ് ഈ കിച്ചൺ മാനിഫെസ്റ്റോ എന്ന പുസ്തകം. അനേക DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ട് അനേക കോപ്പികൾ. അതിൻ്റെ റോയൽറ്റി മതി എനിക്ക് ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം നയിക്കാൻ. അപ്പോൾ അതിൽ നന്ദി പറയാനും ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഭയങ്കര ഒരുപാട് വരുമാനം വന്നു. അതിന് നന്ദി പറയാനും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട്, ഭക്ഷണത്തെ പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ സമയം ഒരുപാട് ആൾ ഇനിയുമുണ്ട്. ഇനിയും ഞാൻ വരും, ഇനിയും എല്ലാവരെയും കാണാനും ഈ സൗഹൃദം പങ്കെടുക്കാനും അവസരം ഇനിയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം. വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ പറയാൻ മാത്രം പോലും എഴുതിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 60 വയസ്സിനൊക്കെ 50ഓളം കഥകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എഴുതിയ കഥകളിൽ തന്നെ എൻ്റെ നാടിനെ പറ്റിയും മറ്റ് ജീവിച്ചിട്ടുള്ള സ്ഥലങ്ങളെ പറ്റിയും സ്ഥലങ്ങളിലെ നേർക്കാഴ്ചകൾ അധികം കഥകളിൽ കടന്നു പോകില്ല എന്നുള്ളൊരു കുറവ് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. പക്ഷേ അത് ആ കുറവ് പരിഹരിക്കാനായിട്ട് ചില സാഹചര്യങ്ങളും ചില നിമിത്തങ്ങളും ഉണ്ടായി. പ്രധാനമായിട്ടും അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയതോടെ അലിമനം അവർ സാധാരണ കുട്ടനാടൻ ഗ്രാമമാണെങ്കിലും അതിന് വലിയൊരു വാർത്താ പ്രാധാന്യം വന്നു. അപ്പോൾ അയ്മനത്തെ പറ്റി എഴുതാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രാധിപ സുഹൃത്തുക്കളും ഒക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ എഴുതാനുള്ള സാഹചര്യം വന്നപ്പോൾ ഞാൻ ആ കുറവ് പരിഹരിക്കാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിച്ചു. നാട്ടിനെ പറ്റി അത് എഴുതാൻ എളുപ്പമാണ്. ഓർമ്മ കുറിപ്പുകൾ കഥകൾ എഴുതുന്ന അത്രയും സ്ട്രെയിൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു അലസനായിട്ടുള്ള എഴുത്തുകാരൻ എനിക്ക് ഒരു പ്രയോജനമായിട്ട് മാറി. അങ്ങനെ എഴുതാനിടയായിട്ടുള്ള കുറേ കുറിപ്പുകളുണ്ട്. നാടിനെ പറ്റി, പിന്നെ ജീവിച്ചിട്ടുള്ള നഗരങ്ങളെ പറ്റിയൊക്കെയുള്ള അവിടുത്തെ നേർക്കാഴ്ചകൾ, അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ എനിക്കിങ്ങനെ അനുഭവപ്പെട്ടു. ആ സ്ഥലത്തെ പറ്റിയുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫീലിംഗ്, വേറെ ഒരു കലർപ്പൊന്നും ഇല്ലാതെ ആ സച്ച് അങ്ങനെയുള്ള ചില അനുഭവക്കുറിപ്പുകൾ പലപ്പോഴായിട്ട് എഴുതുകയാണിത്. കോട്ടയത്തെ പറ്റി എഴുതുന്നുണ്ട്, കോട്ടയം നഗരത്തെ പറ്റി കലാമതി ഒരു കുറേ നഗരങ്ങളെപ്പറ്റി ഫീച്ചറുകൾ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച ഓരോ നഗരത്തെ പറ്റി. അന്ന് കോട്ടയത്തെ കൗമുദി കറസ്പോണ്ടൻ്റായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് എഴുതി. അത് 70കളിലാണ്. അതുമുതലേ 2013 ഏറ്റവും അടുത്ത മാധ്യമം ഓണപ്പതിപ്പിൽ എഴുതിയ ഒരു കുറിപ്പ് വരെ അത് സ്ഥലത്തെ പറ്റി തന്നെയാണ്, ജന്മനാടിനെ പറ്റി. അത്രയും കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. ആ കഥകളിലെ കുറവ് പരിഹരിക്കാനുള്ളൊരു പുസ്തകമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്നു DC ബുക്സിന് എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നടത്തുന്നു. നമസ്കാരം. ശ്രീ ബെന്യാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വലിയ സന്തോഷത്തിൻ്റെ അളവിലാണ് അത്. എൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു, അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തുന്നു എന്നത് മാത്രമല്ല, മലയാളത്തിലെ മികച്ച 4 എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം നിർവഹിക്കുവാനുള്ള ഭാഗ്യം കൂടി എനിക്ക് ഈ വേദിയിൽ വെച്ച് അവിചാരിതമായി ഉണ്ടായതിൻ്റെ സന്തോഷമാണ്. കുഞ്ഞിക്ക വൈകിയത് കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ മേൽ വന്നു വീണു എന്നുള്ളതാണ്. എൻ്റെ വായനയെ എക്കാലത്തും പ്രചോദിപ്പിച്ചിട്ടുള്ള 4 എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് എനിക്ക് പ്രകാശനം ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കിട്ടിയത് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്.
സി അഷ്റഫിൻ്റെ നദികൾ മനുഷ്യ ഗായികൾ എന്ന് പറയുന്ന പുസ്തകം, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു നോവലുണ്ട്, ചില വിശുദ്ധ ജന്മങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ. നിങ്ങൾ എത്ര പേരത് വായിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഏറെക്കാലം ഞാൻ മലയാളത്തിലെ ഒരു മികച്ച നോവൽ ഇതാ ഒരു പുതിയ എഴുത്തുകാരിൽ നിന്നുണ്ടായിരിക്കുന്നു എന്ന് പലയധികം വേദികളിൽ സംസാരിച്ച് നടന്നിട്ടുണ്ട്. ഈ ചില വിശുദ്ധ ജന്മങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്തത്. മറ്റൊന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് സന്തോഷിൻ്റെ പുസ്തകമാണ്, സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ. ഞങ്ങൾ ഏകദേശം സമപ്രായക്കാരാണ്. സന്തോഷ് ഇങ്ങനെ ചെറുപ്പക്കാരനായിരിക്കും, ഞാൻ നരച്ചൊക്കെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കരുത് സന്തോഷിനെ ചെറുതാക്കാൻ വേണ്ടി ഇയാൾ പറയുകയാണ്. എന്നെ ഇവിടെ എന്താണ് കൂട്ടത്തിലെ ചെറുപ്പക്കാരനെ എഴുത്തുകാരൻ എന്നൊക്കെ ആരോ വിശേഷിച്ചു, മുരളിയാണെന്ന് തോന്നുന്നത്, ജോൺ സാറാണോ? പക്ഷേ അത് എഴുത്തിൽ മാത്രമാണ് ഞാൻ വളരെ വൈകി വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവരെക്കാളൊക്കെ പ്രായമുള്ളവരോടൊപ്പം പ്രായമുള്ള ആളാണ്. എൻ്റെ മഞ്ഞവയിൽ മരണങ്ങൾ എന്ന പുസ്തകം ബഹറിൽ വെച്ച് പ്രകാശിച്ചപ്പോൾ അത് സന്തോഷമായിരുന്നു നിർവഹിച്ചത്. അപ്പോൾ തിരിച്ച് സന്തോഷിൻ്റെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അതൊരു വലിയ അവസരമായിട്ട് കാണുകയാണ്. മറ്റൊന്ന് ഐമനം ജോൺ. എൻ്റെ വായനയുടെ തുടക്കകാലത്ത് തന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഞാൻ അദ്ദേഹത്തെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് ഇദ്ദേഹമാണെന്ന് മനസ്സിലായില്ല. എത്രയോ വർഷങ്ങളായി നമ്മൾ വായിക്കുന്നു എന്നല്ലാതെ അങ്ങനെ ഒരാളെ നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ക്രിസ്തുമസ് മരത്തിൻ്റെ വേര് എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയുണ്ട്. അത് മൾബറിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നീട് അത് NBS ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ കഴിയുന്നെങ്കിലും തീർച്ചയായിട്ടും വായിക്കേണ്ട മലയാളത്തിലെ മികച്ച കഥകളിൽ ഒന്നാണ് ക്രിസ്തുമസ് മരത്തിൻ്റെ പേര്. ഷെൽവി എന്ന പ്രസാധകനെ നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹമാണ് എനിക്ക് ആ പുസ്തകം, മൾബറിയിലൂടെയാണ് പുസ്തകം വന്നത്. ആ പുസ്തകം എനിക്ക് അയച്ചു തന്നത് ഷെൽവിയാണ്. അദ്ദേഹം ഏറെക്കാലം പിന്നീട് എന്തുകൊണ്ട് നിശബ്ദനായി പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐമനം ജോണിനെ പോലുള്ളൊരു എഴുത്തുകാർ, ആ തലമുറയിൽ കുറേ എഴുത്തുകാരുണ്ട്, അവരൊക്കെ പിന്നീട് നിശബ്ദമാകും. പക്ഷേ അദ്ദേഹം വീണ്ടും ഒരു പുസ്തകവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ആ എഴുത്തിൻ്റെ സൗന്ദര്യം നിശ്ചയമായിട്ടും ഈ പുതിയ പുസ്തകത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തത് PF മാത്യൂസിൻ്റെ തീരജീവിതത്തിന് ഒരു ഒപ്പീസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകവുമായിട്ടും എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട കഥാകാരൻ ജോർജ് ജോസഫ് കായെ കാണാൻ വേണ്ടി അദ്ദേഹം ഏർപ്പാട് ചെയ്ത ഒരു കൊച്ചിയിലെ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയിൽ അവരോടൊപ്പം ഒന്ന് കൂടിയിരിക്കാൻ വേണ്ടിയുള്ള യാത്രയിൽ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങിയ ഏറ്റവും പുതിയ ഭാഷാഭൂഷണി വായിച്ചിട്ട് ആണ് ഞാൻ ട്രെയിനിൽ കയറുന്നത്. അതിൽ നിന്ന് അത് വായിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ഈ PF മാത്യൂസിൻ്റെ ഈ തീരജീവിതത്തിനൊരു ഒപ്പീസ് എന്ന് പറയുന്ന ആ ലേഖനം, ആ വലിയ അനുഭവ ലേഖനം അതിനകത്തുണ്ട്. ഇത്ര മനോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള വൈപ്പിനെക്കുറിച്ചും കൊച്ചിയിലെക്കുറിച്ചും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ഭാഷയും അവിടുത്തെ ജീവിതവും മനോഹരമായ രീതിയിൽ പകർത്തിയ ആ ലേഖനത്തിൻ്റെ ഒരു ആവേശത്തിലാണ് ഞാൻ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ PF മാത്യൂസിനെ കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നമ്മൾ എത്രയോ കഥകൾ അതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാവുനിലം എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവലുണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ വൈപ്പിൻ മേഖലയിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ സ്പർശങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. അങ്ങനെ 4 പുസ്തകങ്ങൾ, മഹാഭാഗ്യം, 4 പുസ്തകങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളത്. അടുത്ത ഒരു ഭാഗ്യം നിശ്ചയമായിട്ടും എൻ്റെ ഇതുവരെ ഉള്ള എല്ലാ കഥകളും കൂടെ ചേർത്തിട്ട് ഒരു സമാഹാരം ഇറക്കുന്നു എന്നുള്ളതാണ്. 10-15 വർഷത്തിലധികമായി ഞാൻ കഥ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാം കൂടി കൂട്ടിയാൽ ഒരു 37 ചെറുകഥകളെ ഉള്ളൂ ആകെ. അധികം എഴുതുന്ന ആളല്ല എന്നതുകൊണ്ട് തന്നെ 3 കഥാസമാഹാരങ്ങളിലായി ഇതിലെ കുറേയേറെ കഥകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത കുറേ കഥകൾ കൂടി ഈ സമാഹാരത്തിലുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ആദ്യ കഥയായി എപ്പോഴും പറയുന്ന ശത്രു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് ഒരു സമാഹാരത്തിലും ഇതുവരെയും വന്നിട്ടില്ലാത്ത കഥയാണ്. പിന്നീട് ചില വാരികളിൽ വന്നിട്ടുള്ള കഥകൾ എന്തുകൊണ്ടോ ചില കാരണങ്ങളാൽ ഞാൻ സമാഹാരങ്ങളിൽ നിന്ന് ഒഴിവാക്കി. പിന്നീട് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ട് കഥകൾ ഒഴിവാക്കണം.
ഒരു എഴുത്തുകാരൻ്റെ എഴുത്തു ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ അതുവരെ എഴുതിയിട്ടുള്ള എല്ലാ കഥകളിലും കൂടിച്ചേരുന്നതാണ്. അല്ലാതെ ചില തിരഞ്ഞെടുത്ത കഥകൾ മാത്രം വായനക്കാരിലെത്തുകയും മറ്റു ചിലത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നത് യുക്തിപൂർവമല്ല. പലരും വിചാരിക്കുന്നത് ഞാൻ ആടുജീവിതം എന്ന ഒരു കൃതിയോടുകൂടി ആദ്യമായി എഴുത്തിലേക്ക് വരുന്ന ഒരാളാണെന്നാണ്. സത്യത്തിൽ അതിനു മുമ്പ് തന്നെ 2 കഥാസമാഹാരങ്ങൾ വന്നിരുന്നു, ഒരു കുറിപ്പുകളുടെ സമാഹാരം വന്നിരുന്നു, എൻ്റെ 2 നോവലുകൾ അതിനു മുമ്പ് വന്നിരുന്നു. ഇത് ഒരു എഴുത്തിൻ്റെ ഒരു വഴിയുണ്ട്. ബെന്യാമിൻ എന്ന ഒരു എഴുത്തുകാരൻ രൂപപ്പെട്ട ഒരു വഴി ഒരു പക്ഷേ ഈ ചെറുകഥകളിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുതിയിട്ട് തിരസ്കരിച്ച ചില കഥകൾ ഒഴിച്ച് പാതി വഴിയും മുടങ്ങിപ്പോയ ഒരു കഥ പോലും ഈ സമാഹാരത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നസ്രാനി ജിഹാദ് എന്ന് പറയുന്ന ഒരു കഥ, അത് ഒരു 10 ഭാഗങ്ങളുള്ള ഒരു വലിയ കഥയായി എഴുതണമെന്ന് വിചാരിച്ച് 3 ഭാഗങ്ങളിലെത്തിയപ്പോൾ നിലച്ചു പോയത്. അങ്ങനെയൊക്കെ ചില നിലച്ചു പോകലുകളുടെ എഴുത്തുകളിലുണ്ട്. അതെല്ലാം കൂടി ചേരുന്ന ഒരു സമാഹാരമാണിത്. അപ്പം പാതി മുറിഞ്ഞു പോയ ഒരു കഥ കൂടി ഈ സമാഹാരത്തിലുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു വഴിയിലൂടെയാണ് ബെന്യാമിൻ വന്നത്. ബെന്യാമിൻ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയും ഞാൻ വായനക്കാരനോട് പറയാനുള്ള ഒരു ശ്രമമാണ് ഈ കഥകൾ ബെന്യാമിൻ എന്ന ഈ സമാഹാരത്തിലൂടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഞാനാക്കി ഈ വഴിയിലെത്തിയ, എന്നെ പരാജയപ്പെട്ട കഥകൾ, ചിലപ്പോഴൊക്കെ എഴുതി വിജയിച്ച കഥകൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഞാൻ എന്നുള്ള ഒരു സന്തോഷം. അങ്ങനെ എൻ്റെ എഴുത്തുവഴിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സമാഹാരമായതുകൊണ്ട് അതിവിടെ പ്രകാശിപ്പിച്ചു എന്നുള്ളത്, വായനക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷമാണ്. ഓരോ പുസ്തക പ്രസാധനവും ഓരോ പുസ്തകവും പുറത്തു വരുന്നതും ഒരു കുഞ്ഞു ജനിക്കുന്നത് പോലെ സന്തോഷമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ നടുവിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സന്തോഷ് ഏച്ചിക്കാലത്തെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ മലബാർ വിസിലിംഗ് ത്രഷ് എന്ന് പറയുന്ന ഈ സമാഹാരവും ഓർമ്മകളുടെ ഒരു പുസ്തകമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകൾ, ഞാൻ സഞ്ചരിച്ചിട്ടുള്ള വഴികൾ, അതും വലിയ വലിയ വഴികളൊന്നുമല്ല, വളരെ ചെറിയ വഴികൾ. ആ വഴികളിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളും എൻ്റെ കാഴ്ചകളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് ഞാൻ ഈ ഒരു സമാഹാരത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ മടിയനായ ഒരു എഴുത്തുകാരനാണ്. എഴുതുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓരോ എഴുത്തും എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മരണമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രം എഴുതുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പത്രാധിപന്മാരായിട്ട് വരുമ്പോൾ നമുക്ക് എഴുതാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാണ്ടാവും. അങ്ങനെ ഇത്രയും ഒരു 10ഓ 15ഓ ഓർമ്മക്കുറിപ്പുകൾ ഇതിനകത്തുണ്ട്. ഇതിലൊരു 11ഓളം ഓർമ്മക്കുറിപ്പുകൾ എന്നെ കൊണ്ട് എഴുതിച്ചത് ഷിഹാബുദ്ദീൻ പൊയ്ത്തങ്കട എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനും എൻ്റെ സുഹൃത്തുമാണ്. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം പത്രാധിപരായിട്ട് വന്നപ്പോൾ എന്നോട് വളരെ നിർബന്ധപൂർവം ഒരു പരീക്ഷ എഴുതിക്കുന്നത് പോലെ ഓരോ ആഴ്ചയും നിർബന്ധിച്ച് എഴുതിയ കുറേ കുറിപ്പുകളുടെ സമാഹാരമാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ പലപ്പോഴും നിലനിർത്തുന്നത് നമ്മുടെ ഓർമ്മകളാണ്. ഓർമ്മകളില്ലെങ്കിൽ ഒരു എഴുത്തുകാരനില്ല, ഒരു മനുഷ്യനില്ല. ഓർമ്മകളില്ലാത്ത മനുഷ്യനെന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യൻ എന്നാണ് അർത്ഥം. നമ്മൾക്ക് പ്രശസ്തനായ ഉറുഗ്യൻ റൈറ്ററായ ഗലിയാനോ പറയുന്നത് അദ്ദേഹം വാക്കുകളുടെ വേട്ടക്കാരനാണെന്ന് പറയുന്നത്. അദ്ദേഹം വാക്കുകളുടെ വേട്ടക്കാരനാണ്. അദ്ദേഹം പറയുന്നു, എന്നെക്കാളും കൂടുതൽ എൻ്റെ ഓർമ്മകൾക്ക് എന്നെ അറിയാമെന്ന് പറയുന്നു. ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഓരോ എഴുത്തുകാരനെയും ഈ ലോകത്ത് നിലനിർത്തുന്നത് അവരുടെ ഓർമ്മകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ ഈ മലബാർ വിസിലിംഗ് ത്രഷ് എന്ന് പറയുന്ന ഒരു പക്ഷിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്. ഞാൻ ആ പക്ഷിയെ നമുക്ക് ഇവിടെ മഴക്കാടുകളിൽ ആ പക്ഷിയെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ പക്ഷി ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഈ പക്ഷിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് ഈ മലബാർ വിസിലിംഗ് ത്രഷ് എന്ന ഈ കുറിപ്പ്. അതേപോലെ ഈ ആർക്കും വേണ്ടാത്തവർക്കുള്ള ഉടമസ്ഥരില്ലാത്ത ലഗേജുകൾ എന്ന ഒരു കുറിപ്പ് ഇതിനകത്തുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഡിസംബർ 6 എന്ന് പറഞ്ഞ ദിവസം, ബാബറി മസ്ജിദ് പൊളിയപ്പെട്ടുന്ന ദിവസം, എൻ്റെ ജീവിതത്തിൽ
ഒരു നിർണായകമായ ചില അനുഭവങ്ങൾ തന്ന ദിവസമാണത്. പലപ്പോഴും ഈ സമയങ്ങളിൽ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്, പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുറിപ്പെഴുതാനുള്ളൊരു സാഹചര്യം, ഞാൻ ഇതേപോലെ കാഞ്ഞങ്ങാടിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന്, കാസർഗോഡിൻ്റെ നാട്ടിൽ നിന്ന് ഉച്ചക്കത്തെ മെയിൽ ട്രെയിനിന് മദ്രാസ് മെയിലിന് ഇങ്ങനെ തൃശ്ശൂരേക്ക് വരികയായിരുന്നു. അപ്പോൾ വഴിയിൽ ഇങ്ങനെ അങ്കമാലി ഷൊർണൂർ എത്തുമ്പോൾ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറിക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അതിന് പിന്നെ ഒരു പാസഞ്ചറാണുള്ളത്. രാത്രി ഒരു 7 മണി 7:30 മണിക്കാണ് ട്രെയിൻ വന്നെത്തുന്നത്. ഒരു പാസഞ്ചറാണുള്ളത്. അപ്പോൾ ആ പാസഞ്ചറിന് അവിടെ വന്ന് മെയിലിൽ വന്ന് ഇറങ്ങിയിട്ട് പാസഞ്ചറിന് ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഈ പാസഞ്ചറിന്റെ മുമ്പിൽ വലിയൊരു ആൾക്കൂട്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് സംഭവിക്കുന്നത്. എന്നോട് ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അതിനകത്ത് ബോംബുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഡിസംബർ 6 കഴിഞ്ഞതുമാണ്. അലഹബാദ് കോടതി വിധിയൊക്കെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാം ബാബറി മസ്ജിദ് എല്ലാവർക്കും, ക്രിസ്ത്യൻസിന് വേണമെങ്കിൽ ക്രിസ്ത്യൻസിനും, മുസ്ലിംസിന് വേണമെങ്കിൽ മുസ്ലിംസിനും, ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ ഹിന്ദുക്കൾക്ക് എല്ലാം ഭാഗിച്ചു കൊടുത്തു കഴിഞ്ഞു. പക്ഷെ എങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവോ? അതായത് മുസ്ലിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരത്തിന് മുറിവേറ്റ ഒരു സന്ദർഭമാണ്. അപ്പൊ അതിനുള്ള എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവോ, നിലവിൽ നേരത്തെ ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിരിക്കുമ്പോഴാണ് ഈ ബോംബ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റെയിൽവേ പോലീസ് വരുന്നു, മറ്റേ നമ്മുടെ ലോക്കൽ പോലീസ് വരുന്നു. ലോക്കൽ പോലീസൊക്കെ വന്നതിന് ശേഷം എല്ലാം പറഞ്ഞ് ഒരു പോലീസുകാരൻ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പോയി ചെക്ക് ചെയ്യുന്നു. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു ഞാൻ ബോംബ് പൊട്ടിയാൽ ഞാനും ചാവും നിങ്ങളും ചാവും. യൂണിഫോം ഇട്ടതുകൊണ്ട് ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പോലീസുകാരൻ ചാവാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറില്ല, ഇതൊന്ന് പരിശോധിക്കാൻ പോലും തയ്യാറില്ല. ഞാൻ പോലും തയ്യാറില്ല എന്നുള്ളതാണ്. ഞാൻ കൃത്യമായിട്ട് അകലം പാലിച്ച് ഒരു ചുമരിന്റെ സൈഡിലേക്ക് മാറിയിരുന്നു, ധൈര്യവാനെ പോലെ മാറിയിരുന്നു. ബോംബിന്റെ ചീളുകൾ വന്നിട്ട് എന്റെ ശരീരത്തിൽ തറക്കാതിരിക്കാൻ പാകത്തിലാണ് ഞാൻ മാറിയിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കഴിയുന്ന സമയത്ത് പോലീസുകാരൻ വീണ്ടും ഒരു പോലീസുകാരൻ അവിടെ വന്ന് ചുറ്റിപ്പറ്റി ചെയ്തിട്ട് തിരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോലീസുകാരൻ വന്നു. അപ്പോഴേക്കും കുറെ സംഘങ്ങള് മറ്റേ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മാർഷടുത്തേക്ക് പോകുന്നു. ആകെപ്പാടെ പ്രശ്നമാകുന്നു. അപ്പൊ പറയുന്നു ഇത് ഒരു തീവ്രവാദി വെച്ചതാണ്, കാരണം ഇത് ഇവിടുന്ന്. അപ്പൊ ഒരു സ്ത്രീ പറയാണ്, എനിക്ക് ഓർമ്മയുണ്ട് അയാൾ കോയമ്പത്തൂരിൽ നിന്ന് കയറിയാണിത്. അയാൾ കോയമ്പത്തൂരിൽ നിന്ന് കയറിയിട്ട് അയാള് മറ്റേ ഇവിടെ ഒറ്റപ്പാലത്ത് ഇറങ്ങിപ്പോയി. അപ്പൊ അയാളുടെ ഡ്രസ്സിലാണ് പ്രശ്നം. അയാളുടെ തീവ്രവാദിയാണ്, കാരണം അയാൾ താടി വെച്ചിട്ടുണ്ടായിരുന്നു, നീണ്ട താടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെള്ള ഷർട്ടും അതുപോലെ ഒരു കറുത്ത പാന്റും ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തലയിൽ കെട്ട് മയക്കുണ്ടായിരുന്നു. ഇതാണ് തീവ്രവാദിയുടെ യൂണിഫോം. അപ്പോ അയാൾക്ക് ഷൊർണൂർ ഇറങ്ങേണ്ടതാണ്. പക്ഷെ മറിച്ച് അയാള് അത് ഒറ്റപ്പാലത്ത് ഈ പൊതി അവിടെ വെച്ചിട്ടാണ് അയാൾ ഇറങ്ങിപ്പോയത്. അപ്പൊ അതെന്തായാലും ബോംബാണ്. മാത്രമല്ല കോയമ്പത്തൂരിൽ നിന്നാണ് പുള്ളി വരുന്നത്. തീവ്രവാദികളുമായിട്ട് ഭയങ്കരമായ ബന്ധമുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒടുവില് അവിടെ വന്നിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് അയാള് ഈ സഞ്ചിയായിട്ട് പുറത്തേക്ക് വന്നു. ആൾക്കാരൊക്കെ അക്ഷമരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ബോംബ് തന്നെയാണ്, ഇത് ഭീകരമായ ബോംബാണ്, ഇതാ എടുത്തു നോക്ക്, നിർവീര്യമാക്കപ്പെട്ട ബോംബ് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുമ്പോൾ അത് 2 കിലോ അരിയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് വരുമ്പോൾ ഒരു 2 കിലോ അരിയും വാങ്ങിയിട്ട് അത് മറന്നു വെച്ചിട്ട് അയാൾ തിരിച്ചു പോയതാണ്. ഉടനെ ആൾക്കാർ ആ കംപ്ലീറ്റ് സംഭവങ്ങൾ പറഞ്ഞ് നേരെ വണ്ടിക്കകത്തേക്ക് ചാടി കയറി പരിപ്പ് വടക്കും ഉഴുന്നുവടക്കും ഓർഡർ ചെയ്തു. ഇരിപ്പിടങ്ങളിൽ പിന്നെ ഭയങ്കര ബഹളം കൂട്ടിയിട്ട് ഇരിപ്പിടങ്ങൾ പിടിച്ചടക്കി. അങ്ങനെ വളരെ ജോളിയായിട്ട് നിൽക്കുമ്പോൾ ഈ അരി എടുത്തിട്ട് പോയ പോലീസുകാരൻ തിരിച്ചു വന്നിട്ടുമ്പോൾ അയാൾ പറഞ്ഞു, അവിടെയാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇത് അരിയാണ്, ഇത് ഇവിടെ കിടന്നോട്ടെ. ഈ ട്രെയിൻ അവസാനം പോയിട്ട് നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ആ ട്രെയിൻ പോയി നിൽക്കുമ്പോൾ ഈ ട്രെയിൻ കഴുകുമ്പോൾ ഒരുപക്ഷെ ആർക്കെങ്കിലും ഈ ട്രെയിൻ കഴുകുന്ന പാവപ്പെട്ട ആർക്കെങ്കിലും ഈ പൊതി എടുക്കാം. അല്ലെങ്കിൽ അതിനിടയിൽ എപ്പോഴെങ്കിലും ഈ 2 കിലോ അരിയും അന്വേഷിച്ചിട്ട് ഇത് മറന്നു വെച്ച ആ പാവ മനുഷ്യൻ തിരിച്ചു വന്നാലോ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയാണ് അത് അരിയല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ആ ആളുകൾ പറയും ഇത് അരിയല്ല, ഇത് ബോംബാണ്, ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയി ഇത് ബോംബാണ്. ഇനി ഈ സാധനം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് തൃശ്ശൂരേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് താനിത് എടുത്തു പോയേ എന്ന് പോലീസുകാരനോട് പറയുകയും പോലീസുകാരൻ അതെടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ ഈ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു 18 കൊല്ലം, ഈ അലഹബാദ് കോടതി 18 കൊല്ലം നമുക്ക് അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി 18 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ
വെറും ഒരു 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 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ഒരു സാധാരണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രശ്നം 18 കൊല്ലം നമ്മൾ വെച്ച് നിൽക്കുകയും അത് ആർക്കും വേണ്ടാത്ത അരിയായിട്ട്, അത് ഒരു സാധനമായിട്ട് ആ വലിയൊരു രാഷ്ട്രീയ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും നമ്മളെന്ന് പറയുന്നത് ആ അത്തരത്തിൻ്റെ ഒരു ഓർമ്മ, ആ ഒരു വലിയ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ ഓർമ്മ നമുക്ക് ഇല്ലാതാവുന്നതോടെയാണ് നമ്മൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത്. അങ്ങനെ ഗലീലിയോ പറഞ്ഞ പോലെ ഓർമ്മകളാവട്ടെ നമ്മുടെ മേച്ചിൽ സ്ഥലങ്ങൾ, നമ്മൾ വാക്കുകളുടെ വേട്ടക്കാരനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീ PF മാത്യൂസിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട തീരജീവിതത്തിന് ഒരു ഓഫീസ് എന്ന പുസ്തകം കൊച്ചിയുടെ ചരിത്രമോ അതിലെ കഥകളോ ഒന്നുമല്ല. അത് കുറേ കാലം കൊച്ചിയിൽ ജീവിച്ച ഒരാളുടെ, ഒരു ഇടത്തരക്കാരൻ്റെ ഓർമ്മകൾ മാത്രമാണ്. ഓർമ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് തോന്നിയപ്പോൾ അത് വീണ്ടെടുക്കാൻ നടത്തിയ ഒരു ശ്രമം മാത്രമായിരുന്നു. അത്ര കണ്ട് വായനയും സാഹിത്യവുമായി ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. സാധാരണഗതിയിൽ ഇതിനോട് താല്പര്യമുള്ളവർ ചെയ്യുന്ന പോലെ എവിടെ നിന്നെങ്കിലും കട്ട് പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് ഒളിച്ച് വായിക്കുക എന്നൊരു സംവിധാനമാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കൗമാരകാലത്ത് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കൊരിക്കലും കൊച്ചിയെ സംബന്ധിച്ച, അല്ലെങ്കിൽ കൊച്ചിയിൽ നടക്കുന്ന ഒരു കഥയോ, അല്ലെങ്കിൽ കൊച്ചിയിലെ കഥാപാത്രങ്ങളോ, അല്ലെങ്കിൽ കൊച്ചിയിലെ ഭാഷയോ വായിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് ഓർക്കണം, 1906 കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ. 1906 പരിഷ്കാരപാതി എന്നു പേരുള്ള നോവൽ എഴുതിയത് വാര്യത്ത് ചോറി പീറ്റർ എന്നൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. പക്ഷേ ആ പുസ്തകം നമുക്ക് വായിക്കാനായിട്ട് കിട്ടിയിരുന്നില്ല. അതിൽ കൊച്ചിയിലെ കഥാപാത്രങ്ങളും കൊച്ചിയിൽ ജീവിച്ചിരുന്ന ലത്തീൻ ക്രിസ്ത്യാനി സമൂഹത്തിൽ ജീവിച്ചിരുന്നവരുടെ ജീവിത രീതികളും എല്ലാം ഉണ്ടായിരുന്നു, രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. അത് കൃത്യം 100 വർഷം കഴിഞ്ഞ് ജോർജ് ഇരമ്പയം അത് പ്രകാശിപ്പിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിൽ എത്തിയത്. അത് ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്തിയതാണ് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് അല്ല, അച്ചടിച്ച പകർപ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു ഫലിതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കെന്നും സാഹിത്യത്തിനും സംസ്കാരത്തിനുമെല്ലാം എന്നും ഒരു ഔദ്യോഗിക ഭാഷയുണ്ടായിരുന്നു, ഒരു ഗ്ലാമറുള്ള ഭാഷയുണ്ടായിരുന്നു, പിന്നെ വളരെ തരം താഴ്ന്ന ഒരു ഭാഷയും ഉണ്ടായിരുന്നു. ദൃശ്യമാധ്യമങ്ങളിലെല്ലാം അക്കാലത്ത് വള്ളുവനാടൻ ഭാഷയായിരുന്നു ഗ്ലാമർ താരം. ഒരിക്കലും കൊച്ചി ഭാഷ സംസാരിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഷ സംസാരിക്കില്ലായിരുന്നു. മറ്റേതെങ്കിലും സ്ലാങ്ങുകൾ സംസാരിച്ചിരുന്നത് കോമാളികൾ മാത്രമായിരുന്നു. വള്ളുവനാടൻ ഭാഷ മാത്രമാണ് നമ്മുടെ ഗ്ലാമർ ഉള്ള ഒരു സംസാര രീതിയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. അതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയൊന്നും അല്ലെങ്കിലും അതേക്കുറിച്ചുള്ള ചിന്തയിലാണ് ഈ മിഖായലിൻ്റെ സന്തതികൾ എന്ന ഒരു സീരിയൽ ഞാൻ എഴുതാനിടയായതും അതിലാണ് ആദ്യമായിട്ട് കൊച്ചി ഭാഷ കഥാപാത്രങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതും. അന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, വർഷങ്ങളായിട്ട് ഒരു സവർണ ഭാഷ കേട്ട് ശീലിച്ച ദൃശ്യമാധ്യമത്തിലെ കാണികൾ ഒരിക്കലും ഈ ഒരു ഭാഷ സ്വീകരിക്കില്ല. കാരണം കൊച്ചിയിലെ നീട്ടിവലിച്ചുള്ള സംസാരം വിരസമാണ്, അത് കോമാളിത്തത്തിന് മാത്രമേ ഉപകരിക്കൂ എന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ അത് എല്ലാവരും സ്വീകരിക്കുകയും അതൊരു വലിയ വിജയമായി തീരുകയും ചെയ്തു. ഇന്നിപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയപ്പെടുന്ന എല്ലാ സിനിമകളിലും എല്ലാ കഥാപാത്രങ്ങളും കൊച്ചി സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. ഇതിന് റേഡിയോ ജോക്കിമാർ പോലും കൊച്ചി സ്ലാങ്ങിൽ സംസാരിക്കുന്നു. പക്ഷേ കൊച്ചിക്കാർ ഇപ്പോൾ ആ ഭാഷ സംസാരിക്കാറില്ല. ഇതാണ് ഈ തീരദേശത്തിന് ഒരു ഒപ്പീസ്, അതായത് തീരജീവിതത്തിന് ഒരു ഒപ്പീസ്. തീരജീവിത ഒപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണാനന്തര ചടങ്ങിനുള്ള പ്രാർത്ഥനയാണ് ഒപ്പീസ്. തീരജീവിതം ഏറെക്കുറെ മരിച്ചു കഴിഞ്ഞു എന്ന ഒരു സൂചന നൽകുന്ന ഒരു പദപ്രയോഗമാണത്. കുട്ടിസ്രാങ്ക എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ കാണാനായിട്ട്
എല്ലാ തീരങ്ങളിലും സഞ്ചരിക്കുവാനിടയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗോശ്രീ പാലത്തിന് ശേഷം കൊച്ചിയിലെ തീരത്തെ ജീവിതം ഏറെക്കുറെ പാടെ നിശ്ചലമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ടേക്ക് നഗരം കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നഗരത്തിൻ്റെ അസൗകര്യങ്ങളാണ് കയറിയത്. അത് തീരത്തിൻ്റെതായ സൗകര്യങ്ങളെല്ലാം ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. ഇത് നമ്മുടെ ഇന്നത്തെ ഈ ആഗോളീകൃത സാഹിത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ കൈവിരൽ തുമ്പിൽ കിട്ടുന്ന വിവരങ്ങൾ വച്ചുകൊണ്ടുള്ള ഒരു ത്രില്ലർ എഴുത്തുകളും മറ്റുമാണ്. അതിനെ ഒരു പരിധിവരെയെങ്കിലും ധിക്കരിക്കുവാനായിട്ട് ഇത്തരം ഓർമ്മ എഴുത്തുകൾ കൊണ്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓർമ്മ എഴുത്തിൻ്റെ ധാരാളിത്തം വളരെ നന്നായിട്ട് നമ്മളിപ്പോൾ അനുഭവപ്പെടുന്നു. ഇന്നിവിടെ സന്തോഷിച്ചിക്കാനും പറഞ്ഞ ഒരു അനുഭവം എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ബാബറി മസ്ജിദ് ദിനത്തിൻ്റെ ആ ദിവസം ഉണ്ടായ അദ്ദേഹം അത് വിശദമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനകത്തുള്ള രാഷ്ട്രീയം ആ ഓർമ്മ എഴുത്തിലൂടെ അദ്ദേഹം പുനഃസൃഷ്ടിക്കുകയും അദ്ദേഹം നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മ എഴുത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ ആവശ്യത്തിലേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വളരെ മനോഹരമായിട്ട് ഫിക്ഷൻ എഴുതിയിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഓർമ്മ എഴുത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മകഥാ രചനയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്തിന് ഒരു സാഹിത്യം, കഥ, കവിത, നോവൽ തുടങ്ങിയ പ്രസിദ്ധീകരിച്ചിരുന്ന വാർഷിക പതിപ്പ് ആത്മകഥാ സാഹിത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത്തവണ ഇറങ്ങിയ ഒരു വാർഷിക പതിപ്പ് രോഗവിവരണങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ആത്മസ്നേഹിയായ എഴുത്തുകാരൻ സ്വാഭാവികമായിട്ടും വളരെ വിശദമായിട്ട് രോഗങ്ങളെക്കുറിച്ച് എഴുതും. എഴുതി വായനക്കാരൻ തന്നെ രോഗിയാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഒരു തരത്തിൽ നോക്കിയാൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ എത്രമാത്രം രോഗാതുരാണെന്നും ജീർണിച്ചവരാണെന്നും തിരിച്ചറിയുവാനായിട്ട് അത്തരം വിശേഷാൽ പതിപ്പിന് കഴിഞ്ഞു, അല്ലെങ്കിൽ വാർഷിക പതിപ്പിന്, ഓണപ്പതിപ്പിന് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അത്രമാത്രം രോഗാതുരരും ജീർണിച്ചവരുമാണ് എന്നൊരു തിരിച്ചറിവുണ്ടാക്കുവാനായിട്ട് ആ ഓണപ്പതിപ്പിന് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ എന്താണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവും. ഇവിടെ സംസാരിച്ച ബി മുരളി പറഞ്ഞു, വായനക്കാരുടെ പക്ഷം ചേർന്ന് എഴുതണം എന്ന് പറഞ്ഞു. എനിക്ക് അതിനോടൊരു വിയോജിപ്പ് തോന്നി. കാരണം വായനക്കാരൻ്റെ മുന്നേ നടക്കുന്ന ഒരാളാണ് എഴുത്തുകാരൻ. വായനക്കാരൻ റീഡബിലിറ്റിയും ലളിതമായ എഴുത്തും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് എഴുത്തുകാരൻ കൊടുക്കേണ്ട കാര്യമില്ല. എഴുത്തുകാരൻ പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുന്നവരാണ്. അതുപോലെ തന്നെ മഹത്തായ ജീവിതാനുഭവങ്ങൾ പകർത്തിവെക്കുന്നതാണ് സാഹിത്യം എന്ന് എക്കാലത്തും മലയാളത്തിലെ നിരൂപകർ എഴുതി വെച്ചിരുന്നു. പക്ഷെ എനിക്ക് അതിനോട് യാതൊരു യോജിപ്പും തോന്നുന്നില്ല. അതായത് ജീവിതാനുഭവം എഴുത്തല്ല സാഹിത്യം. അക്ഷരങ്ങളിലൂടെ പുതിയ ഒരു സൃഷ്ടി നടത്തലാണ് സാഹിത്യം. എച്ചിക്കാനം ഗലിയാനോയെ കോട്ട് ചെയ്തു, വാക്കുകളെ വേട്ടയാടുന്നവനാണെന്ന്. കറക്റ്റാണത്, വളരെ ശരിയാണ്. എഴുത്തുകാരൻ വാക്കുകളെ വേട്ടയാടേണ്ടവനാണ്. പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ സാഹിത്യത്തെയാണ് നമ്മൾ മഹത്തായ സാഹിത്യമായിട്ട് എക്കാലവും കൊണ്ടാടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് ഖസാക്കിന്റെ ഇതിഹാസം വാക്കുകളെ വേട്ടയാടിയ ഒരു കൃതിയായിരുന്നു. വാക്കുകളെ വേട്ടയാടിക്കൊണ്ടാണ് വിജയൻ ഖസാക്ക് പോലുള്ള ഒരു കൃതി എഴുതിയത്. അതിനുശേഷം ഭാഷയെ നവീകരിച്ച ഒരു കൃതി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് വായനക്കാർക്ക് ലളിതമായ കൃതികളാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് എഴുത്തുകാരൻ ലളിതമായ കൃതി എഴുതേണ്ട കാര്യമില്ല. എഴുത്തുകാരൻ ഏറ്റവും പുതിയ ആവിഷ്കാരം, ഇതുവരെ അനുഭവിക്കാത്ത ഒരു കാര്യം, വായനക്കാരൻ ഇതുവരെ അനുഭവിക്കാത്ത പുതിയൊരു അനുഭവമാണ് കൊടുക്കേണ്ടത്. അത് ജീവിതാനുഭവം തന്നെ ആവണമെന്നില്ല. അവന്റെ ഭാവനയാണ് വേണ്ടത്. അവന്റെ ഭാവനയാണ് വായനക്കാരന് വേണ്ടത്. അതിനു പകരം കേരളത്തിലെ എഴുത്തുകാർ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. ആ തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഞാനും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓർമ്മ എഴുത്തിന് ഒരു അവസാനമിടേണ്ട ഒരു കാലമായി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കൂടുതൽ ഫിക്ഷനിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബെന്യാമിനെ പോലെയുള്ള മികച്ച എഴുത്തുകാർ നമുക്കുണ്ട്. അദ്ദേഹം മികച്ച ഫിക്ഷൻ സൃഷ്ടിക്കുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനുള്ള എല്ലാ സൂചനകളും അദ്ദേഹം നമുക്ക് തന്നു കഴിഞ്ഞു. അതുപോലെ സന്തോഷ് എച്ചിക്കാനമുണ്ട്, ജോണുണ്ട്. ജോണിന്റെ ക്രിസ്മസ് മരത്തിന്റെ പേര് ഒരിക്കലും ലളിതമായ ഒരു കൃതിയായിരുന്നില്ല. അത്
വളരെ സങ്കീർണമായ ഒരു കൃതിയായിരുന്നു. അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സങ്കീർണതയായിരുന്നു. അന്ന് വായനക്കാർ അത് വായിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇന്ന് വായിക്കുന്നില്ല? ഇന്നും വായിക്കും എന്നാണ്. വായനക്കാരിൽ എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല. പക്ഷെ എഴുത്തുകാർക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എഴുത്തുകാർ കൂടുതൽ പോപ്പുലർ ആവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത് ഒരു സ്വയം വിമർശനം തന്നെയാണ്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇങ്ങനെ എൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കാൻ ഇടയായതിന് ഡി സി ബുക്സിനോടും എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവരോടും നന്ദി പറഞ്ഞു. ശ്രീ വർഗീസ് അങ്കമാലിയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു സദസ്സിൽ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയും ഐമന ജോണിൻ്റെ ഇപ്പോൾ ക്രിസ്മസ് സ്വരത്തിൻ്റെ പേരിനെ പറ്റി ഇപ്പോൾ രണ്ടുപേര് തന്നെ പറഞ്ഞു. എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കഥയാണ് അത്. അപ്പോൾ ഞാൻ അങ്ങനെ കഥ വായിച്ച് വളർന്ന ആളാണ്. വളരെ വൈകിയാണ് ഞാൻ കഥ എഴുത്തിലേക്ക് തിരിഞ്ഞത്. മുമ്പ് ഞാൻ എഴുതുമായിരുന്നു. അധികമൊന്നും എൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കൂടുതലും എൻ്റെ ലേഖനങ്ങളും യാത്രാവിവരണങ്ങളാണ് വന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ദെൻ വാട്ട് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മുമ്പിൽ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുറേ പ്രസിദ്ധീകരിച്ച കഥകളെടുത്ത് DC-ക്ക് അയച്ചു. ആദ്യം അത് പുനിത പർവയിൽ ബാൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ആ പുസ്തകം ഇറങ്ങിയിട്ട് 14 ചെറുകഥകളായിരുന്നു. അത് വളരെയധികം പ്രോത്സാഹനമാണ് എനിക്ക് ലഭിച്ചത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള പഠനങ്ങൾ വന്നേക്കുന്ന ഒരു കഥാസമാഹാരമാണ്. ചെറിയ പുസ്തകമാണ്. ആ കഥ വായിച്ചിട്ട് C. രാധാകൃഷ്ണൻ എനിക്കൊരു കത്തെഴുതിയുണ്ടായി. കത്തെഴുതിയത് കഥകളെ പറ്റി മൊത്തം വിലയിരുത്തിയിട്ട് കത്തെഴുതി എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, താൻ കഥയിലേക്ക് കഥ മാത്രമേ എഴുതണം, പ്രമുഖ വാരികളിലൊന്നും എൻ്റെ കഥ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിരാശപ്പെടുന്നു വേണ്ട, കഥകൾ എഴുതണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിക്കുന്നത് ഒരു മാസം കഴിഞ്ഞില്ല. അതിനു മുമ്പ് എന്നെ MA ബേബി വിളിക്കുകയാണ്, ഇപ്പോഴത്തെ MLA. MA ബേബി വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വളരെയധികം സ്വാധീനിച്ച കഥകളാണത്, കഥകളിൽ തുടരണം എന്ന് പറഞ്ഞു. അത് പിന്നീട് ചെയ്തു. അങ്ങനെ ഓരോരുത്തരൊക്കെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കഥകളിൽ കൂടുതൽ ശ്രദ്ധിച്ചു. അപ്പോൾ കഥകളിൽ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു കഥാകൃത്ത് ഇതിലുണ്ട്, സന്തോഷ് ഇച്ചിക്കാനം. ഞാൻ സന്തോഷിനെ ഇടയ്ക്ക് വിളിക്കും. സന്തോഷിൻ്റെ കഥകളിൽ ചില ട്രിക്കുകളും ടെക്നിക്കുകളും യാത്രയല്ല, ചില തമാശകൾ, പക്ഷെ അതിൻ്റെ ഗൗരവത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ സന്തോഷിനോട് സംസാരിക്കും. ബെന്യാമിൻ്റെ കഥകൾ ഞാൻ വായിക്കാറുണ്ട്. കൂടുതലും ഞാൻ കഥ എഴുതുന്നത് യാത്രാപഥങ്ങളിലാണ് കഥ എഴുതുന്നത്. എൻ്റെ ഒരു മെറ്റഫർ യാത്രയാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഗ്രന്ഥം വളരെ ആദിമ നൂറ്റാണ്ടുകളിൽ 1785 പാറമേക്കാൽ ഗവർണർ നടന്നുപോയി. ചെന്നൈ വരെ നടന്നു പോയിട്ട് അങ്കമാലിയിൽ നിന്ന് നടന്നുപോയി. അവിടെ നിന്ന് പിന്നെ ലിപ്സണിലേക്ക് കപ്പലിലേക്ക് പോണ ഒരു യാത്രാവിവരണം വർത്തമാന പുസ്തകം എന്ന പേരിൽ ഇവിടെ പ്രശസ്തമായിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ജനിച്ച് വീഴുന്ന സമയത്ത് ആ പുസ്തകം ഇറങ്ങിയിട്ടില്ല. കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻസ്ക്രിപ്റ്റ് ആയിട്ട് കിടക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് 1972 73 എന്തോ പ്രസിദ്ധീകൃത ആയപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ആ പുസ്തകം വന്നിരുന്നു. അങ്ങനെ എനിക്ക് എന്തോ യാത്രയോട് താല്പര്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ അത് വായിച്ചു. എൻ്റെ പിന്നീടുള്ള വായന അവസാനിച്ച് നിന്നത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ്. അപ്പം എൻ്റെ വായനയുടെ തന്നെ ആ റേഞ്ച് അത്ര തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൂ. പിന്നീട് വന്നു പോണ ഇപ്പം എല്ലാ സാധനങ്ങളും ഞാൻ വായിക്കാറുണ്ട്. കണ്ടംപററിയായിട്ട് എല്ലാ സാധനങ്ങളും വായിക്കാറുണ്ട്. ഞാൻ യാത്ര മാഗസിനിൽ എഴുതുന്നുണ്ട്. അങ്ങനെ മലയാള വാരികയിൽ ഞാൻ സ്ഥിരം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ കോവിൽ കാളകൾ എന്ന് പറയുന്ന ഈ കഥകളെടുത്ത് DC ബുക്സിന് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്നെ ശരിക്കും പ്രോത്സാഹിപ്പിച്ചേക്കുന്നത് പീരിയോഡിക്കൽസ് അല്ല. പീരിയോഡിക്കൽസൊക്കെ വളരെ പ്രശസ്തരായ ആളുകളുടെ ചോദിച്ചു മേടിക്കുന്ന ഒരു പതിവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ DC ബുക്സാണ് പ്രോത്സാഹിപ്പിച്ചത്. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ബാങ്കിൻ്റെ ഒരു കാറ്റഗറിയിൽ തന്നെ ഇതിനെ ഒന്ന് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടിയത് C. രാധാകൃഷ്ണൻ്റെ ഗംഭീരമായ ഒരു പഠനം, തോമസ് മാത്യുവിൻ്റെ ഗംഭീരമായ ഒരു പഠനം. അതായത് ഇവർ കഥ വായിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ എഴുതുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ ആളുകൾ. ബൈജു ദേവ് എന്ന് പറഞ്ഞാൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ആളുടെ ഇല്ലസ്ട്രേഷൻസ്. പിന്നെ ഏറ്റവും വളരെയധികം സന്തോഷിക്കുന്ന ഒരു ഇത്
ബോസ് കൃഷ്ണമാചാരി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിനാലെ നടത്തിയ പെയിന്ററാണ്, അങ്കമാലിക്കാരനാണ്. ആദ്യമായിട്ടൊരു പുസ്തകത്തിന് കവറ് വരച്ചു തരുന്നത് എനിക്കാണ്. അതാണ് കോവിൽ കാളകളുടെ കവറ്. അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിലാണ് 5 പേരുടെ കൂട്ടായ്മയിലാണ് ഞാൻ ഈ 15 കഥകൾ ഇറക്കിയേക്കുന്നത്. അപ്പോൾ എനിക്ക് മാന്യമായ പ്രേക്ഷകരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കഴിയുമെങ്കിൽ എൻ്റെ പുസ്തകം പഠിച്ച് വായിക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ തപ്പിക്കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ കിട്ടും, വിളിക്കുക. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനത്തിൻ്റെ ഒപ്പം തന്നെ എന്നെ ഏത് രീതിയിൽ നിങ്ങൾ വിമർശിക്കുന്നതോ എനിക്കിഷ്ടമാണ്. ഞാൻ എഴുത്ത് ലോകത്ത് തുടരും. ഞാൻ ഏതായാലും ഇപ്പം എൻ്റെ അടുത്ത പുസ്തകത്തിൻ്റെ DTP വർക്കും തന്നെ കഴിഞ്ഞു. അപ്പം ഇവിടെ നിൽക്കാനായിട്ട് ഈ ബഹുമാന്യരായ ഞാൻ ബഹുമാനിക്കുന്ന എഴുത്തുകാരുടെ ഒപ്പം തന്നെ ഇരിക്കാനായിട്ട് എനിക്കൊരു പേര് ഒരുക്കി തന്ന DC ബുക്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ കേട്ടിട്ടുള്ള സഹസിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണെങ്കിൽ DC ബുക്സ് എഡിറ്റോറിയൽ സമിതിയിലെ ശ്രീ പ്രകാശ് മാരാഹിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് നടന്ന പുസ്തക പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ സമാപിച്ചത്. കഥകളും ഓർമ്മ പുസ്തകങ്ങളുമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത്. കഥകൾ കിച്ചൻ മാനിഫെസ്റ്റോ, ബെന്യാമിൻ്റെ കഥകൾ, കോവിൽ കാളകൾ എന്നിവയാണ്. ഓർമ്മ പുസ്തകങ്ങൾ C. അഷ്റഫിൻ്റെ നദികൾ, മനുഷ്യകഥാനുകായികൾ, സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ മലബാർ വിസിലിംഗ് ത്രഷ്, എന്നിട്ടുമുണ്ട് താമരപ്പൊയ്കൾ ഐമൻ ആൻഡ് ജോണിൻ്റെ ഓർമ്മ പുസ്തകം, T.F. മാത്യൂസിൻ്റെ തീരജീവിതത്തിന് ഒരു ഒപ്പീസ് എന്നിവയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരന്മാരായ ജോളി വർഗീസ് ടീച്ചർ വെച്ച് ബാക്കി എല്ലാവരും കഥാകൃത്തുകളാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, സന്തോഷ് ഏച്ചിക്കാനം, ജോൺ സാമുവൽ, B. മുരളി, ഐമൻ ആൻഡ് ജോൺ, T.F. മാത്യൂസ്, വർഗീസ് അങ്കമാലി, പിന്നെ ജോളി വർഗീസ് ടീച്ചർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.